ഇന്ന് രാത്രികാലം അടുത്ത് വരട്ടെ കർത്താവേ. ഇന്ന് രാത്രികാലത്തെ മീറ്റിംഗിന്റെ കത്ത് അസാധാരണമാകുന്ന ദൈവശക്തിയുടെ ആഴങ്ങൾ വെളിപ്പെടണം. ഇന്ന് രാത്രി ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ദൈവമക്കളെ ഓർത്ത് ദൈവസ്നേഹിൽ പ്രാർത്ഥിക്കുന്നു. അവരെ ആശീർവദിക്കണം. തലവണക്കിരിക്കുന്ന എല്ലാ ദൈവതലത്തിന്റെ മേലും അവരുടെ ഭവനത്തിന്റെ അകത്ത് അസാധാരണമാകുന്ന ദൈവശക്തിയുടെ വിടുതൽ ഇന്ന് രാത്രികാലം വെളിപ്പെടണമേ. ഈ രാത്രികാലം ആരാധന ലീഡിയുവാൻ കടന്നു വന്ന കർത്താവിന്റെ ദാസനെ ശക്തമായി ആത്മാവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരുന്ന കർത്തൃഭൃത്യനെ ശക്തമായി ദൈവാത്മാവ് ഉപയോഗിക്കണം. ആത്മാവിന്റെ വലിയ ശക്തി പകരണം കർത്താവെ. കാലാവസ്ഥയുടെ യാതൊരു പ്രയാസ പ്രതിസന്ധികൾ, നെറ്റ്വർക്കിന്റെ യാതൊരു പ്രയാസങ്ങൾ കൂടരുത് കർത്താവ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്ത് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ 4 രാത്രി ഞങ്ങളോട് ഇടപെട്ടവനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലവും ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന വിലയേറിയ കൃപകൾക്കായി നന്ദി. മഹത്വം അങ്ങേയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം തങ്ങളുടെ വീഡിയോകൾ ഓണാക്കിയാട്ടെ. ഇന്ന് രാത്രികാലം രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ രാത്രി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു. സർവശക്തനാകുന്ന ദൈവം നമ്മളെ ഒരുമിച്ച് ഇന്ന് രാത്രികാലം മഹത്ത് ആമേൻ സ്വതന്ത്രം സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ആമേൻ സ്വതന്ത്രം ആരാധനയ്ക്കായി ആമേൻ നമ്മുടെ മധ്യയിൽ ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന കർത്താവിന്റെ ദാസൻ അരുൺ മാത്യുവിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. തുടർന്നുള്ള സമയങ്ങൾ 8:35 വരെയുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യയിൽ ആരാധന ലീഡ് ചെയ്യും. വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം വീഡിയോകൾ ഓണാക്കിയാട്ടെ. ദൈവം നമ്മളെ സഹായിച്ചാട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യയിൽ ആമേൻ ശുശ്രൂഷാലും ദൈവം ഒത്തിരി മാനിക്കട്ടെ. ആമേൻ. അച്ഛ മ്യൂട്ടാണ്. മനോഹരമായ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം കാണുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യയുണ്ട്. കുഞ്ഞാടേ വാഴ്ത്തുക, യേശു ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, യേശു ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാം ഒട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. കർത്തനേ കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാം ഒട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാം ഒട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. ഓരമാനശക്തരേ
മടങ്ങും, എല്ലാ നാവും പാടിടും യേശുമാ കർത്താവ്. Every knee shall bow, every tongue confess that Jesus Christ is the Lord. രാത്രിയിൽ യേശുവിന്റെ മുഖത്തേക്ക് നോക്കാം. ആരാധ്യനാകുന്ന ദൈവം, അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ സുന്ദരமான ശക്തി. രാത്രിയിൽ ആരും മൗനമായിരിക്കാൻ ഇടവരാതെ നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. Open your mouth and say thank you Jesus. എല്ലാ അധരങ്ങളും തുറന്ന് ഹംദൽ കമാന വെച്ചസിയേ ദീപലഘടക ശൈലമാനരെ ഓ എല്ലാ മുട്ടും മാടൻ എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മാടൻ എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. പരിശുദ്ധനോട് പറയുന്നു, രാത്രിയിൽ ഒരു വലിയ കൊയ്ത്തിന്റെ അനുഭവം. ഹല്ലേലൂയ. ദൈവാത്മാവ് ചെയ്യാൻ പോകുകയാണ്. ആത്മാവിൽ ജാഗരിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പിനെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഇന്ന് രാത്രിയിൽ പകരപ്പെട്ട ദൈവജനം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നെങ്കിൽ അവൻ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് കേട്ട് നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന ദൈവവചന പ്രകാരം ഇന്ന് രാത്രിയിൽ നമുക്കൊരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിൽ ആയിരിക്കാം. Thank you Lord. We worship you Lord. We are in your presence. हम गाए हो सना तू राजाओं का है राजा, तेरी महिमा होए सदा, तू है प्रभु हमारा खुदा. हम गाए हो सना तू राजाओं का है राजा, तेरी महिमा होए सदा, तू है प्रभु हमारा खुदा. മരണത്തിന്റെയും ജീവന്റെ അധികാരം നമ്മുടെ നാവിന്മേലിരിക്കുന്നു. രാത്രി മരണത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആരാധിപ്പാൻ നിങ്ങളുടെ അധരങ്ങളൊന്ന് തുറന്ന് അല്പസമയം കർത്താവിന്റെ മഹത്വം കരേറ്റി തുടങ്ങാം. ഹല്ലേലൂയ. സ്തുതിക്ക് യോഗ്യനാം മറ്റുള്ളവർ കരങ്ങൾ തട്ടി കൈകൾ തുറന്ന് മരണാധികാരി ആയിരുന്നു ഓരണം പിശാചിനെ, മരണാധികാരി ആയിരുന്നു ഓരണം പിശാചിനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥൻ. സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ, സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാ സ്നേഹിതൻ വേറാരിനി, ഇതുപോൽ സ്വജീവൻ തന്നൊരാ സ്നേഹിതൻ വേറാരിനി. ദിനവും മനമേ
കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ, ഇതുപോലെ സ്വജീവൻ തന്ന വേറൊരു ആത്മസ്നേഹിതൻ നമുക്കില്ല. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. അവനായി ജീവിപ്പാൻ ധാരമനത്തെ രക്ഷകനാനകമേ ധമന്തന വൈഡാരഗത ശബ്ദൽ കവനഗതീമ. ഓ യേശുവേ ആരാധ്യരേ ഉന്നതനേ യോഗ്യനേ ചൂടാമാനസം തേരഗതൽ കമാനരഗതനം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ എല്ലാ അധരങ്ങളും തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, അത്ഭുതങ്ങളെ ചെയ്യുവാൻ, സൗഖ്യങ്ങളെ അയക്കുവാൻ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തെ ചൂടമാനശം തരേ. എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കായി. മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ. എൻ രക്ഷകാ എൻ ദൈവമേ അങ്ങല്ലാതില്ലാരും. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. എൻ രക്ഷകാ എൻ ദൈവമേ അങ്ങല്ലാതില്ലാരും. എന്നേശു മാത്രം മതി എനിക്കേതു നേരം. ഹല്ലേലൂയ. വൻഭാരങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഈ രാത്രിയിൽ തേജോമയനായ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധമായി ഹല്ലേലൂയ തന്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ ഹല്ലേലൂയ അണിയിക്കുന്ന ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എത്ര പേർ അധരങ്ങൾ തുറന്നു പറയും, ഈ തോട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്, ഈ മീറ്റിംഗിന്റെ അകത്ത് ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യമുണ്ട്. നമ്മെ നിറയ്ക്കുന്നവന്റെ നിറവാൽ ഓ ഹല്ലേലൂയ വിടുതലുകൾ നടക്കുവാൻ തക്കവണ്ണം ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. രണ്ടു പേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം തിരുസാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. സൗരഭ്യം പരത്തുന്നുണ്ടൻ അന്തരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ ഈ മക്കൾക്ക്.
എത്ര പരാധനങ്ങൾ തുറന്നു പാടും? കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഹല്ലേലൂയ. ചേർന്ന് പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും സൗരഭ്യം പരക്കുന്നുണ്ടന്തരംഗത്തിൽ ഒരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളിലായി. സൗരഭ്യം പരത്തുന്നുണ്ടൻ അന്തരംഗത്തിൽ ഒരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം സാന്നിധ്യപ്പരം ചൊന്നതല്ലയോ. സൗരഭ്യം പരത്തുന്നുണ്ടന്തരംഗത്തിൽ സൗന്ദര്യം ഞാൻ ദർശിക്കും നൻ കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. 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 മാനവനം ചുണമൈതമനം ചനദീരവനച്ചു ശബ്ദേരേ ദേശന്തൽ കമനഗ ദീവാനഗദ ഓ തഗനഗ ദീവനമൈതമനം. ഭാഷയുള്ളവർ രാത്രിയിൽ അധരങ്ങൾ തുറന്ന് യേശുവിനോട് മർമ്മങ്ങൾ സംസാരിക്കട്ടെ. ഹല്ലേലൂയ. നിത്യവാസമന്വേഷി പൊന്നിൽ മഹത്വത്തില ഇനി വിണ്ണിൽ അമീട്ട് ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാടിടുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാം. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിന ഞാനും എന്നേക്കും ജീവിക്കയാൽ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം എന്നേശുവത്രേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്
യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം എന്നേശുവത്രേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മന്നേലല്ല നിത്യവാസമെന്നെ യേശുവിൽ മുന്നിൽ മഹത്വത്തിലാം. ഇനി വിണ്ണില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മാനവനം തേ ദേവൻ ശുദ്ധേര തേര തമാനശം നൽകവനക ജീവനവൈനവനം ജനനക്ഷകനാനകവൈനാനകദഗദീ ഓരഗനാദേ രേഖേനെ സേ തേരേ ചൂഡമാമന തേരേ കേരേ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നന്ദിയോടെ നമ്മെ തന്നെ സമർപ്പിക്കും. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ അത്യുന്നതനെ, സ്തുത്യൻ തന്നാമത്തിൽ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. ഈ രാത്രിയിൽ അദൃശ്യനായ ദൈവം ദൃശ്യമണ്ഡലത്തിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന രാത്രിയായി തീരാൻ പോകുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നു. All to Jesus I surrender, all to Him I freely give. I will ever love and trust in His presence, daily live. I surrender all, I surrender all. Oh, to Thee, my blessed Savior, I surrender all. Oh, to Thee, my blessed Savior, I surrender. പൂർണ്ണമായ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടട്ടെ. We are in your presence, Lord. Fill us with your power. Living side of us. ജീവജല നദിയാകുന്ന യേശുവിനെ ആരാധിപ്പാൻ ഹൃദയങ്ങൾ പൂർണ്ണമായി ഹം ഗായേ ഹോ സനാ tu രാജവോ ഹേ രാജാ तेरी महिमा होए
सदा तू है प्रभु हमारा खुदा, हम गाए हो सना। तू राजाओं का है राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा। प्यारे पिता, तूने हमसे इतना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया। हम गाए हो सना, तू राजाओं का है राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा. രാത്രിയിൽ നമ്മുടെ ശ്രേഷ്ഠനാകുന്ന ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ അവനോടൊപ്പം ആ പന്തിയിലായിരിക്കാൻ ക്ഷണിക്കപ്പെട്ട ദൈവജനമായി രാത്രി എത്ര പേർ അധരങ്ങൾ തുറന്ന് കർത്താവിന് ഒരു മഹത്വം കരേറ്റും. നന്ദി യേശുവേ, നന്ദി രാജാവേ. Thank you Lord for your wonderful presence. We worship you Lord. Hallelujah. അങ്ങേക്കു തുല്യ ആരുമില്ല, നീയല്ലാതെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നു. നീയാണ് ദൈവമേ, എൻ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ तेरी स्तुति और आराधना करता हूँ मैं ये प्रार्थना. महिमा से तेरी तू इस जगह को भर. तू चाहे तू यहाँ पे कर. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, hallelujah. Lift up your hands and say thank you Jesus. Hallelujah. Sing with me. Hallelujah, hallelujah, hallelujah. കരുണയിൻ കരത്താൽ നീ താങ്ങുന്നവൻ. പുതുവഴിയൊരുക്കി, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ. ദുഃഖത്തിൻ വേളയിൽ, ദുഃഖത്തിൻ വേളയിൽ നീ കൈവിടാത്തവൻ. വീഴാതെ വീഴാതെ എന്നെന്നും കാക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കണ്ടു. പരപരമേശ പരമരുളീശ നീ അത്രേയം രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീ അത്രേയം രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീ അത്രേയം രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ
നീ അത്രേ രക്ഷാസ്ഥാനം. ഹൃദയംഗമായ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? യാഗത്തെക്കാൾ നല്ലതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം എന്ന യാഗം അർപ്പിക്കാൻ. ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുകൃപയാൽ ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നതാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധിപ്പാൻ തന്ന കൃപയ്ക്ക് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ കരവും ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. താങ്ക് യു കർത്താവിന്റെ ദാസനെ. ദൈവം ഒത്തിരി മാനിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ മധ്യയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ആരാധന ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ഒരുക്കിയല്ലോ. വിശേഷാൽ കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞങ്ങളുടെ മധ്യയിൽ വന്ന് വീണ്ടും ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ രാത്രികാലത്തിലേക്ക് നാം കടന്നു വന്നു. വിവിധമാകുന്ന പട്ടണത്തിൽ, ദേശത്തിൽ, രാജ്യത്തിൽ നമുക്ക് ഒരുമിച്ചായിരുന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും ഇന്ന് രാത്രികാലം ആ ശുശ്രൂഷകൾക്ക് ഭാഗവത്താകുവാനും ദൈവം ഒരുക്കുന്നുവല്ലോ. എല്ലാ ആദരങ്ങളും തുറന്ന് ചില മിനിറ്റുകൾ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇന്ന് രാത്രികാലം അസാധാരണമാകുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടണം. അസാധാരണമാകുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരണം. ഇന്ന് രാത്രികാലം ആമേൻ ഗാനങ്ങളെ ആലപിച്ച കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം കടന്നു വന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരെയും ദൈവജനത്തെയും അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ശുശ്രൂഷകൾക്ക് വേണ്ടി നാം ക്ഷണിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ ജീവൻ രാജ്, കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രികാല വചനത്താലും ശക്തിയാലും പരിശുദ്ധാത്മാവ് അതിശക്തമായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞ 4 രാത്രികാലവും നമ്മളോട് ഇടപെട്ടവനാകുന്ന ദൈവം ഇന്ന് രാത്രികാലം നമ്മളോട് ശക്തമായി ഇടപെടുവാൻ നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ജോയ്സ് ജോർജ് കർത്താവിന്റെ ദാസിയെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഇന്ന് രാത്രികാലം സഹായിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ കർത്താവെ, വൈകുന്ന സമയത്ത് കർത്താവെ ഞങ്ങളുടെ പാദപീഠത്തിൽ അടുത്ത് വരുവാന് കർത്താവെ രഹബോത്ത് മിനിസ്ട്രിയുടെ ഭാഗമായി കർത്താവ് സൂ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അടുത്ത് വരുവാന് എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ തന്ന വലിയ അവസരത്തിന് ആസ്വദിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ മിനിസ്റ്റർ നടത്തുന്ന ഞങ്ങളുടെ ദാസനെ കുടുംബമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസന്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ദാസന്റെ പോക്കിലെ വരവിലൊക്കെ ദിവ്യ സാന്നിധ്യം കൂടെ ഇരിക്കുന്ന ശുശ്രൂഷകളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടത്തുവാൻ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിക്കാട് കുടുംബമായി മാനിക്കണമേ. ദൈവകൃപയെ നടത്തണമേ. പോക്കിൽ വരവിലൊക്കെയും ദേവീയ ദൂതന്മാരുടെ കാവലും കരുതലും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തെ കർത്താവെ മീറ്റിങ്ങിനെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഗാനങ്ങൾ ആലപിച്ച് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസനെ കൂടുതലായി ബലപ്പെടുത്തിക്കാട്ട് ശുശ്രൂഷകൾ അനുഗ്രഹിക്കണമേ. കൂടുതലായി അനേകർക്ക് കർത്താവെ അനേക ദേശത്ത് പ്രയോജനമുള്ളതായി തീരുവാൻ ഞങ്ങളുടെ ദാസനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വൃത്തിയാല കർത്താവെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ദാസനെ കൂടി വരുന്ന വാക്കില് വചനത്തിൽ കർത്താവ് ഞങ്ങൾക്ക് അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാന് ഞങ്ങളുടെ ദാസനും കർത്താവ് ഞങ്ങൾക്ക് തരുന്ന വചനങ്ങള് ഞങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാന് ഞങ്ങളുടെ ഓരോ കൂട്ടരെ ഓരോരുത്തരെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസന്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീർന്നാട്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ തരുവാന് ഞങ്ങളുടെ ദാസനെ കർത്താവിന്റെ രാത്രികാലം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടി വന്ന ജനങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങളുടെ സന്നിധിയിലായിരിക്കട്ടെ, ദൈവസന്നിധിയിലായിരിക്കും ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാന് ഞങ്ങളെ ബലപ്പെടുത്തി വലിയ കൃപയ്ക്കായി സ്തോത്രം. ആദ്യോടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന വേണ്ടത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. രാത്രികാലം നമ്മുടെ പ്രാർത്ഥന കേട്ട കർത്താവിന്റെ കരങ്ങൾ ഉയർത്തി മഹത്വം കരേറ്റിയാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ദൈവനിയോഗത്താൽ ആരംഭിച്ച എല്ലാ മാസവും ക്രമീകരിക്കുന്ന 7 ദിനക്കാല ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ രാത്രികാലം നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് അടുത്തു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം ഇതിന്റെ മധ്യയിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ, ബേബി പി എബ്രഹാം, പാസ്റ്റർ സന്തോഷ്, പാസ്റ്റർ അനിൽ ജോർജ് ഒഡീഷ, കർത്താവിന്റെ ദാസൻ, അവൻ ഇന്ന് രാത്രിക്കാലം ഇതിന്റെ മധ്യയിലായിരിക്കുന്ന പാസ്റ്റർ റെജി ജോൺ, എല്ലാ ദൈവദാസന്മാർ, ദൈവമക്കൾ, കർത്താവിനാൽ ഈ തലമുറയിൽ അതിശക്തമായി ഉപയോഗിക്കപ്പെടുന്ന കർത്താവിന്റെ ദാസന്മാരും കർത്താവിന്റെ ദാസിമാരും, അങ്ങനെയുള്ള നല്ലൊരു ഫാമിലിയാണല്ലോ നമ്മുടെ മധ്യയിലായിരിക്കുന്ന കർത്താവിൽ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ അനിൽ ജോർജ് ഒഡീഷ, കർത്താവിന്റെ ദാസനെയും വിശേഷാൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതത്തെ ചെയ്യാണ്. വിശേഷാൽ നമ്മുടെ മുന്നിൽ സമയമൊന്നും അധികം എടുക്കാതെ കർത്താവിന്റെ ദാസന് തുടർന്നുള്ള സമയത്തെ ഞാൻ വേർതിരിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുവാൻ കടന്നു വന്ന കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ പാസ്റ്റർ ജീവൻ രാജ്, കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ തിരക്കുള്ള സമയത്ത് നമുക്ക് വേണ്ടി ഒരു സമയം വേർതിരിപ്പാൻ കർത്താവിന്റെ ദാസൻ കാണിച്ച എല്ലാ സ്നേഹത്തിനും വിശേഷാൽ രഘുബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നന്ദിയെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള സമയത്ത് ശുശ്രൂഷയ്ക്കായി ആമേൻ കരങ്ങളെ തട്ടിക്കൊണ്ട് നമുക്ക് ഇന്ന് രാത്രികാലം സ്വീകരിക്കാം. കർത്താവിന്റെ ദാസനെ മുഴുവൻ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങളുടെ മധ്യയില് തുടർന്ന് ആത്മനിയോഗത്താൽ ശുശ്രൂഷാട്ടെ. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള ദൈവസ്നേഹത്തെ അറിയിക്കട്ടെ. ദൈവത്തിന്റെ വചനവും കർത്താവിന്റെ സാക്ഷ്യമായി ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു സൂം ഡിവൈസിലൂടെ ദൈവജനം കൊണ്ട് അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഈ സൂമിനെ ഹോസ്റ്റ് ചെയ്യുന്ന പ്രിയ ദൈവദാസൻ, തന്റെ കുടുംബം, വിവിധ പട്ടണങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവജനം കേൾക്കുന്ന ദൈവദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായും ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ, അങ്ങനെ കിടക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ഒരുമിച്ച് നമുക്ക് തിരുവചനത്തിന്റെ രാത്രിയായിരിക്കും. ദൈവാത്മാവിൽ നിങ്ങളുമായി അല്പനിമിഷത്തേക്ക് ദൈവജനം പങ്കിടുവാൻ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് നൽകിയ ഒരു ദൈവജനത്തെ ധ്യാനിച്ച് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാനാണ് ഈ രാത്രി താല്പര്യപ്പെടുന്നത്. അതിന് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ദൈവജനം ധ്യാനിക്കുന്നത്. കൊരിന്ത്യർ ലേഖനമാണ്. വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്ത് സഭയ്ക്ക് എഴുതിയ കൊരിന്ത്യർ ലേഖനം നമ്മൾ ശാന്തമായി ഒരു ചിന്തിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. നമ്മൾ ഈ വാക്യം ഇപ്പോൾ വായിക്കേണ്ട ഈ വാക്യങ്ങളോടൊപ്പം തന്നെ നമുക്കൊരു കുറിവാക്യം എന്ന രീതിയിൽ നമുക്ക് വായിക്കേണ്ടത് കൊരിന്ത്യർ ലേഖനമാണ്. നമ്മളിപ്പോൾ വായിച്ച വാക്യം മറിക്കരുത്. ആ വാക്യം നമ്മൾ പിന്നാലെ വായിക്കും. നമ്മളൊരു കുറിവാക്യം എന്ന രീതിയിൽ നമ്മൾ ധ്യാനിക്കും. നിങ്ങളുടെ മൈക്കിളൊന്ന് മ്യൂട്ടോ ഓഫ് ചെയ്യുക. നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം പരസ്യങ്ങളായി മാറും. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ മൈക്കിളെല്ലാം ദയവായി മ്യൂട്ട് ചെയ്യുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വാക്യം ധ്യാനിക്കുന്നത്. ആ വായിച്ച വാക്യം അവിടെ നിൽക്കട്ടെ, എടുത്ത വാക്യം അവിടെ നിൽക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ആ വചനം ചിന്തിച്ച് നമ്മൾ ആ വാക്യത്തിലേക്ക് വരും. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ഞാൻ വായിക്കാൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ കൂട്ടായ്മയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും ഇരിക്കുമാറാകട്ടെ. നമ്മൾ ഈ വാക്യമാണ് വായിച്ചത്. ഈ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ തിരുവചനം ധ്യാനിക്കാൻ പോകുന്നത്. ശാന്തമായി നമ്മൾ ചിന്തിച്ച് നമുക്ക് ദൈവജനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം.
രണ്ട് കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും ഇരിക്കുമാറാകട്ടെ. ഈ വാക്യം വായിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ ആരാധനകളിലൊക്കെ ഉപസംഹാരമായി നമ്മൾ പറയുന്ന ഒരു ആശീർവാദത്തിന്റെ വാക്യം. അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ആരാധന കഴിഞ്ഞു, ഇനി വീട്ടിലേക്ക് പോകാം എന്നതാണ് നമുക്ക് ഈ വാക്യം, ഈ വചനം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചിന്ത അതാണ്. പക്ഷെ നമ്മള് ഇന്ന് രാത്രി ഈ വാക്യം വായിച്ചിട്ട് അവസാനിക്കുകയല്ല. നമ്മൾ ഈ വാക്യം വായിച്ച ഉടനെ ശുശ്രൂഷയിലേക്ക് കയറുകയാണ്. സ്തോത്രം. അപ്പൊ നമ്മൾ 3 വാക്കുകളാണ് എടുത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. 1, യേശുക്രിസ്തുവിന്റെ കൃപ. 2, ദൈവത്തിന്റെ സ്നേഹം. 3, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. 3 മണിക്കൂർ പറയാനുള്ളൊരു സന്ദേശം. യേശുക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഇത് 3ഉമാണ് നമ്മളൊന്ന് ധ്യാനിക്കുന്നത്. 3 ധ്യാനിക്കത്തില്ല, ഇതിലൊരു അംശം ധ്യാനിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് എന്റെ പകൽ ഒരു പ്രവാചക ശബ്ദം നൽകിയിട്ടുണ്ട്. ഈ ശുശ്രൂഷയുടെ ഒടുവിലോ ഇതിന്റെ നടുവിലോ ദൈവാത്മ നമ്മോട് സംസാരിക്കും. അതുകൊണ്ട് ഒരു പ്രൊഫസി കേൾക്കാൻ ഒരു ലാഘവത്തോടെ ഈ രാത്രി ഇരിക്കരുത്. വചനം കേട്ട് വചനത്തിലൂടെ വരങ്ങളിലൂടെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കട്ടെ. ശ്രദ്ധിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കൃപ. 2, ദൈവത്തിന്റെ സ്നേഹം. 3, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഈ 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച കൃപ, സ്നേഹം, കൂട്ടായ്മ. ദൈവസഭ എന്ന മാർമികമായ വെളിപ്പാടിനെ 3 വാക്കുകളിലൂടെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 1, കൃപ. ദൈവസഭ എന്ന് പറയുന്നത് കൃപയുടെ കൂട്ടായ്മ, കൃപയാണ്. ദൈവസഭയിൽ ദൈവസഭ ദൈവസ്നേഹത്തിന്റെ പങ്കാളിത്തമാണ്. ദൈവസഭ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെ ഭാഗമാണ്. അപ്പൊ ഇത് 3ഉമാണ് നമ്മൾ ധ്യാനിക്കുന്ന കൃപ, സ്നേഹം, കൂട്ടായ്മ. നമുക്ക് കൃപയിൽ പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. എന്താണ് ദൈവകൃപ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൃപ, നമ്മുടെ ഉള്ളിൽ ഒരു കൃപയുണ്ട്. നമ്മൾ സ്വാഭാവികമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൃപയുണ്ട്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ യാത്ര ചെയ്യുന്ന കൂട്ടത്തില് ബസ്സിലേക്ക് കയറിയപ്പോൾ നമുക്ക് ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടി എന്ന് വിചാരിക്കും. ഈ സീറ്റ് കിട്ടിയ ഉടനെ നമ്മളെ സീറ്റിലേക്ക് ഇരുന്നപ്പോ നമ്മൾ പറയും, അയ്യോ കർത്താവിന്റെ കൃപ കൊണ്ട് ഒരു സീറ്റ് കിട്ടി. 2, മറ്റൊന്ന്, നമ്മള് ഒരു ഫ്ലൈറ്റിലേക്ക്, ഒരു ട്രെയിനിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് നമ്മൾ അല്പം ലേറ്റായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അല്പം ലേറ്റായി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ ഇതുവരെയും പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടില്ല. നമ്മൾ പറയും, ഓഫ് കർത്താവിന്റെ കൃപ കൊണ്ട് ട്രെയിൻ ഇതുവരെയും പോയിട്ടില്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൃപയും. പക്ഷെ വേദപുസ്തകം പറയുന്നത് ആ കൃപയല്ല. നമ്മളുടെ ഉദ്ദേശത്തിലുള്ളൊരു ഒത്തിരി കൃപയുണ്ട്. SLC-യിൽ ഉയർന്ന മാർക്ക് വാങ്ങിച്ചാൽ നമ്മൾ പറയും കൃപയാൽ നമ്മൾ വിജയിച്ചു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൃപയാണ്. പക്ഷെ പുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു ദൈവകൃപ എന്ന് പറയുന്നത്, ആ കൃപ നമ്മൾ വിശ്വസിച്ച ആ കൃപയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതാണ് നമ്മൾ ഇന്ന് പകൽ രാത്രി ധ്യാനിക്കാൻ പോകുന്നത്. ദൈവകൃപ പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെ? പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യത്തിൽ വേദപുസ്തകം പറയുന്ന കൃപ എന്താണ്? അവിടെയാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത്. ആക്ച്വലി എന്താണ് ദൈവകൃപ എന്ന് പറയുന്നതിനേക്കാൾ ദൈവകൃപ പൗലോസിൽ എങ്ങനെ പ്രദർശിക്കപ്പെട്ടു
എന്നതാണ് നമ്മുടെ ചിന്ത. ദൈവകൃപ പൗലൂസിൽ എങ്ങനെ വെളിപ്പെട്ടു? ദൈവകൃപ പൗലൂസിൽ ഏത് അളവുകളിലാണ് ദൈവകൃപ വെളിപ്പെട്ടത്? അവിടെയാണ് നമ്മുടെ വേദവചനം ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. ശ്രദ്ധിച്ചു. അപ്പൊ കൃപ, സ്നേഹം, കൂട്ടായി. ഈ കൃപ എന്ന വാക്കിൽ നിന്നാണ് സ്നേഹം വന്നത്. നമ്മൾ മനസ്സിലാക്കണം, കൃപ എന്ന വാക്കിൽ നിന്നാണ് ദൈവസ്നേഹം വരുന്നത്. ഈ ആക്ച്വലി ദൈവസ്നേഹം എന്ന വാക്കിന് ബൈബിൾ കൊടുക്കുന്ന ഒരു ഉത്തരം യോഹന്നാൻ 3:12 കാണി, നാം ദൈവ മക്കളാകുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നാണ്. ദൈവമക്കളാകുവാൻ സ്നേഹം. അപ്പൊ നമ്മളെ മക്കളാക്കി തീർത്തത് ദൈവസ്നേഹമാണ്. സ്നേഹത്തിന്റെ പ്രദർശനമാണ് ദൈവകൃപ എന്ന് പറയും. അപ്പൊ സ്നേഹം ഉള്ളയിടത്ത് നിഴലിച്ചു നിൽക്കുന്നതാണ് ദൈവകൃപ. അപ്പൊ കൃപ എവിടെയുണ്ടോ അവിടെ സ്നേഹമുണ്ട്. സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവകൃപയുണ്ട്. അപ്പൊ ഈ കൃപയും ദൈവസ്നേഹവും തമ്മിൽ സഹോദരങ്ങളാണ്, ഇരട്ടപ്പെട്ടതാണ് കൃപയും സ്നേഹവും. അപ്പൊ നമ്മൾ സ്നേഹത്തെ നമ്മൾ ഈ രാത്രി അങ്ങ് വിടുകയാണ്. നമ്മുടെ വിഷയം സ്നേഹമല്ല, കൃപയാണ്. ദൈവപുത്രന്റെ കൃപ. ഈ ദൈവകൃപയെ കുറിച്ച് സത്യത്തിൽ ഈ യേശു കർത്താവുമായി ബന്ധത്തിലാണ് ദൈവകൃപയെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് ദൈവകൃപ യേശുവിൽ എങ്ങനെ വ്യാപരിച്ചു എന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മൾ ധ്യാനിക്കുന്ന വിഷയം മറന്നു പോകരുത്. യേശുവിൽ എങ്ങനെയാണ് ദൈവകൃപ വ്യാപരിച്ചത്, പൗലോസിൽ എങ്ങനെയാണ് ദൈവകൃപ വ്യാപരിച്ചത്. 1:12 വായിക്കുമ്പോൾ 1:14 വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർന്നു. അപ്പൊ വചനം ജഡമായി തീർന്നതാണ് ദൈവകൃപ. ആ ദൈവകൃപ നമ്മുടെ ഇടയിൽ ആ കൃപ ഉള്ളവനായി തീർന്നു എന്നല്ല, ആ കൃപ യേശു ക്രിസ്തുവിൽ ഉണ്ട് എന്നല്ല, ആ കൃപ യേശു ക്രിസ്തു നിറഞ്ഞവനായി തീർന്നു എന്നാണ്. അപ്പൊ യേശു ക്രിസ്തുവിൽ ദൈവകൃപയുടെ അളവുണ്ട്. ഇനി 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കും. അപ്പൊ നമ്മളിൽ ദൈവകൃപ പകർന്നു എന്ന് മനസ്സിലായോ? ദൈവകൃപ നമ്മളിൽ പകർന്നു. അടുത്ത വാക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അടുത്ത വാക്ക് ന്യായപ്രമാണ മോശ മുഖാന്തരം ലഭിച്ച കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അപ്പൊ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളിൽ ലഭ്യമായി തീർന്നതാണ് ദൈവകൃപ. അപ്പോൾ ആ കൃപ ബസ് ലേറ്റായത് കൊണ്ട് ലഭിച്ചതല്ല. ആ കൃപ എക്സാമിൽ മുഴുവൻ മാർക്ക് മേടിച്ചത് സഹായിച്ചതല്ല കൃപ. അതൊന്നും കൃപ എന്ന വാക്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് സത്യത്തിൽ ദൈവകൃപ? നമ്മൾ അവിടെയാണ് ധ്യാനിക്കേണ്ടത്. നമുക്ക് ആ വാക്യം കുറച്ചും കൂടി ആഴത്തിൽ അറിയണമെങ്കിൽ പൗലോസിൽ ഈ ദൈവകൃപ എങ്ങനെയാണ് വ്യാപരിച്ചത്, പൗലോസിൽ വെളിപ്പെട്ട ദൈവകൃപ എന്ന്. സ്തോത്രം. നമുക്ക് കൊരിന്തി ലേഖനത്തിൽ തന്നെയാണ് നമുക്ക് അതിന് ഉത്തരങ്ങളുണ്ട്. 1 കൊരിന്തി ലേഖനം, നമുക്ക് വാക്യങ്ങൾ 1-2 വാക്യങ്ങൾ വായിക്കാനുണ്ട്. ഒന്ന് ഞാൻ തന്നെ വായിക്കാം. 1 കൊരിന്തി ലേഖനം 15-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസിൽ വ്യാപരിച്ച ദൈവകൃപയുടെ അളവെന്താണ്? ആ 10-ാം വാക്യം വായിക്കുന്നത്, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകും. അടുത്ത വാക്ക്, എന്നോടുള്ള അവന്റെ കൃപ വൃഥാവായതുമില്ല. അപ്പൊ പൗലോസിൽ വ്യാപരിച്ച ദൈവകൃപ, പൗലോസ് ആ ദൈവം അത് വെളിപ്പെടുത്തുന്ന ഒരു വലിയ വെളിപ്പാട്. അത് കൊരിന്ത് സഭയുമായി ബന്ധത്തിൽ പൗലോസ് പറയുമ്പോൾ
ആ കൃപ പൗലോസ് പറയുന്നത്, ആ കൃപ ഞാൻ വ്യർത്ഥമാക്കിയില്ല എന്ന്. ഏത് കൃപയാണ് താൻ വ്യർത്ഥമാക്കുക? ഞാൻ പറഞ്ഞു, നമ്മൾ മനസ്സിൽ നിശ്ചയിച്ച ഒരു കൃപയല്ല. ആ കൃപ യേശുവിൽ വ്യാപരിച്ച കൃപ. ആ കൃപയിൽ നിന്ന് നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപ. അതാണ് പറയുന്നത്, അവന്റെ നിറവിൽ നിന്ന് കൃപ മേൽ കൃപ ലഭിച്ചിരിക്കുന്ന ആ കൃപ. സ്തോത്രം. ആ കൃപ പൗലോസ് പറയുന്നു, ആ കൃപ ഞാൻ വ്യർത്ഥമാക്കിയതുമില്ല. വ്യർത്ഥമാക്കിയതും. നിങ്ങൾ ആ വാക്യത്തിൽ നിന്ന് 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6:1 പൗലോസ് കൊരിന്ത് സഭയോട് പറയുന്നത്, നിങ്ങൾ ആ കൃപ വ്യർത്ഥമാക്കരുത് എന്ന്. അപ്പൊ 2 ആംഗിളിലാണ് ഈ വാക്യത്തെ ധ്യാനിക്കേണ്ടത്. പൗലോസ് പറയുന്നു, ദൈവകൃപ ഞാൻ വ്യർത്ഥമാക്കിയില്ല. ആ വാക്യങ്ങളുടെ കുറച്ച് ആഴങ്ങളിൽ നമുക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു, കൃപ ഞാൻ വ്യർത്ഥമാക്കിയില്ല. ഈ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് പൗലോസ് ആ വിഷയങ്ങളുടെ ആകത്തുകകൾ ഇവിടെ പറയുകയാണ്. 8-ാമത്തെ വാക്യം, എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും അവൻ പ്രത്യക്ഷനായി. അത് കൃപ എന്ന വാക്കിനെ ഉൾപ്പെടുത്തുന്നതല്ല, പൗലോസ് വ്യക്തിപരമായി പറയുന്ന വിഷയമാണ്. അകാലപ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചനാൽ അപ്പോസ്തലൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, ഞാൻ ആകുന്നത് കൃപയാണ്. പൗലോസ് വ്യക്തിപരമായി ആ കൃപയെ തന്നിൽ എങ്ങനെയാണ് പ്രദർശിപ്പിച്ചു എന്നത് ഇവിടെ വ്യക്തമാണ്. അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ യേശുവിന്റെ പ്രത്യക്ഷത പൗലോസിന് ഉണ്ടായി എന്നതാണ്. അകാലപ്രജ, നമുക്ക് ആ വാക്യത്തിൽ നിന്ന് 1-2 ദൂതെടുക്കാനുണ്ട്. അകാലപ്രജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എളിയവൻ എന്നുള്ള ഭാവങ്ങളാണ്, ഒരു താഴ്മയുടെ ഭാവമാണ് അകാലപ്രജ. നിങ്ങൾക്കറിയാം, അകാലപ്രജ എന്ന് സ്വയമായി പറഞ്ഞവനെ ദൈവം ഉയർത്തിയ ഒരളവുണ്ട്. കൃപ ഉയർത്തിയ ഒരളവുണ്ട്, അകാലപ്രജ. അതറിയണമെങ്കിൽ പത്രോസിന്റെ ലേഖനത്തിലുണ്ട്. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തില് അകാലപ്രജയെ ദൈവം ഉയർത്തിയ ഒരളവ് കിടക്കും. ഇത് പൗലോസിനെ കുറിച്ച് പറയുന്നത് ഇത് പത്രോസാണ്. 2 പത്രോസ് ലേഖനം 3:15 അകാലപ്രജയെ ദൈവം ഉയർത്തിയ ഒരളവ്. 3:15 ഇങ്ങനെ വായിക്കുന്നു, പൗലോസിനെ കുറിച്ച് പത്രോസ് പറഞ്ഞ ഒരു വാചകമാണ്, അകാലപ്രജയെ ദൈവം ഉയർത്തിയ ഒരളവുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു, പ്രിയരെ, എന്നെ കുറിച്ച് ഒരു വസ്തുത ഒരാൾക്ക് പറയണമെങ്കിൽ ഒന്നുകിൽ ആ വ്യക്തി എന്റെ സമകാലികനായിരിക്കും. എനിക്ക് മുന്നെയോ എനിക്ക് ശേഷമുള്ള ഒരു വ്യക്തിക്ക് എന്നെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു പൂർണ്ണ ചിത്രം ലഭിക്കാൻ കിട്ടത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. എന്നെ കുറിച്ചൊരു പൂർണ്ണ അറിവ് പറയണമെങ്കിൽ എന്റെ സമകാലികന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. സമകാലി എന്ന് പറയുമ്പോൾ ഞാൻ ജീവിച്ച അതേ കാലയളവിൽ ജീവിച്ചവർ സമകാലി. അപ്പൊ പൗലോസിനെ കുറിച്ച് പത്രോസ് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അത് വ്യക്തമായി ശ്രദ്ധിക്കണം. ചിന്ത മറക്കരുത്, അകാലപ്രജയെ ദൈവം ഉയർത്തിയ ഒരളവ്. 3:15 അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം, കണ്ടോ, തനിക്ക് ലഭിച്ച ജ്ഞാനം. ഈ എന്തുകൊണ്ട് ആ വാക്കുകൾ ശ്രദ്ധേയമായി നിങ്ങൾക്കറിയാം. സത്യത്തിൽ പൗലോസും പത്രോസും തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തമ്മിൽ കണ്ടാൽ ഭയങ്കര ഉടക്ക. ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നം. അതറിയണത് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലുണ്ട്, വായിക്കുന്നില്ല. കൊടുത്തിരിക്കുന്ന വാക്ക്, ഞാൻ പത്രോസിൽ കേഫാവിൽ കുറ്റം കാണുകയാൽ
ഞങ്ങൾ തമ്മിൽ അഭിമുഖമായി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പത്രോസിൽ ഒരു വലിയ ഉപദേശ പിശകുണ്ട്. ഇവര് കുടുംബ വിഷയമല്ല, ഇവര് ചില ഇണക്കങ്ങളും പിണക്കങ്ങളുമല്ല അവരുടെ വിഷയം. ഉപദേശപരമായ വിഷയത്തിൽ, ആ വിഷയത്തിൽ പൗലോസ് ഭയങ്കര കാർക്കിഷകർക്കാണ്. അതേ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ആമേൻ, അവർക്കൊരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങി കൊടുത്തില്ല എന്നാണ്. എന്ന് വെച്ചാൽ താൻ അറിഞ്ഞ സത്യത്തിലും താൻ അറിഞ്ഞ വെളിപ്പാടിന് വിരോധമായി ഒരാൾ ഒരു ചെറു വിരൽ അനക്കിയാലും അതിനൊരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ, പത്രോസ് ഉപദേശപരമായ ഒരു വിഷയത്തിനകത്ത് ഒരു വലിയ പ്രശ്നം നേരിട്ടപ്പോൾ പൗലോസ് ഒളിച്ചു വെച്ചില്ല. പൗലോസ് അത് അഭിമുഖമായി സംസാരിച്ചു. വീട്ടിൽ പോയി ഒരു SMS, പത്രോസ് അച്ഛാ തെറ്റാണ്, അതിന് ആവർത്തിക്കരുത്, ഇനി SMS അയച്ചു എന്നല്ല, ഒരു ഇമെയിൽ അയച്ചു എന്നല്ല, അഭിമുഖമായി സംസാരിച്ചു. അപ്പൊ ഇവർ തമ്മിൽ എപ്പോഴും ഉടക്കാം, ഉപദേശപരമായി. അവിടുത്തെ വിഷയം പരിച്ഛേദനയുടെ വിഷയത്തിലുള്ള പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ കേൾക്കാം, പക്ഷെ ഇപ്പോൾ പൗലോസിനെ പറ്റി ആരാ പറഞ്ഞേ? പത്രോസ്, സ്ഥിരമായി ഉടക്കുന്നവൻ. പ്രിയരെ, ഒരു ദൈവദാസനെ പറ്റി മറ്റൊരു ദൈവദാസനെ ഒരിക്കലും നല്ല അഭിപ്രായം പറയത്തില്ല. ഒരു ദൈവദാസന്റെ മെസ്സേജിനെ പറ്റി, ശുശ്രൂഷയെ പറ്റി ഒരിക്കലും വിരളമായിരിക്കും മറ്റൊരു പാസ്റ്റർ നല്ലൊരു അഭിപ്രായം പറയത്തില്ല. അത് സത്യമായ ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്ക, ഇവിടെ പൗലോസിനെ പറ്റി ആരാ അഭിപ്രായം പറഞ്ഞ്? പത്രോസ്. സ്ഥിരമായി ഉടക്കുന്നവർ. അതിനകത്തൊരു ആത്മീക ദൂതുണ്ട്. നിന്നെ അവഗണിക്കുന്നവർ നിന്നെ പരിഗണിക്കുമെന്ന ആള് വരും കേട്ടോ. നിന്നെ വിട്ടുകളയുന്നവൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സമയം ഉണ്ടാകും കേട്ടോ. നീ അതിന് ഉത്തരം പറയാൻ പോകണ്ട. രക്തം ജയം, രക്തത്താൽ ജയം. സ്തോത്രം. ശ്രദ്ധിക്കാം. അപ്പൊ ആരാ ഇവിടെ പറഞ്ഞത്? പത്രോസാ പറഞ്ഞത്. ആരെ പറ്റി? പൗലോസിനെ പറ്റി. എന്താ പറഞ്ഞത്? അവിടെ കൊടുക്കുന്ന വാക്ക്, ആമൻ, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനം, താൻ പ്രാപിച്ച ജ്ഞാനമല്ല, ഇവിടെ തന്നെ കുറിച്ച് പറയുന്നത് തനിക്ക് ലഭിച്ച ജ്ഞാനം. അടുത്ത വാക്ക്, ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അടുത്ത വാക്ക്, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അപ്പോ ഈ പറയുന്ന പുള്ളിക്ക് പോലും പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. പക്ക നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പത്രോസ് അച്ചാന്റെ ബ്രെയിൻ അടിച്ചു പോകുന്ന വെളിപ്പാടാ പൗലോസ് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. പത്രോസിന് 10 പ്രാവശ്യം 40 ഇരുന്നാൽ പോലും തനിക്ക് ലഭിക്കാൻ കഴിയാത്ത, അവന്റെ ചിന്തകൾക്ക് പോലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ദൈവിക രഹസ്യങ്ങളാണ് പൗലോസിലൂടെ ദൈവം അവതരിപ്പിച്ചത്. ഇതാര് പറയുന്നു? അംഗീകരിക്കാത്ത ഒരു കൂട്ടർ. ഇതാര് പറയുന്നു? തന്റെ അപ്പോസ്തലത്വത്തെ സ്വീകരിക്കാത്ത ഒരു കൂട്ടര്. പ്രിയരെ, നിന്റെ അഭിഷേകത്തെ, നിങ്ങളുടെ ശുശ്രൂഷകൾ, അഭിഷക്തന്മാർ ഒത്തിരി ഉണ്ടല്ലോ, അഭിഷക്തന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷകളെ, നിങ്ങളുടെ ദൈവപ്രവർത്തികളെ, നിങ്ങളിലൂടെ ദൈവം ചെയ്യുന്നതിനെ അംഗീകരിക്കാത്ത, അതിനെ ഇളിഭ്യ മനോഭാവത്തോടെ കാണുന്ന ഒരു സമൂഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, അത് തിരുത്തി പറയുന്ന നാഴിക വരുന്നുണ്ട്. നിങ്ങളുടെ അഭിഷേകത്തെ വെളിപ്പെടുത്തുന്ന ഒരു സമയം വരും. ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്. എത്ര പേര് അതൊന്നും രാമൻ പറയുന്നുണ്ട്? സ്തോത്രം. നിങ്ങളെ സ്വീകരിക്കാത്ത, നിങ്ങൾ എന്നൊരു വ്യക്തിയെ സ്വീകരിക്കുക, പക്ഷെ നിങ്ങളിൽ പകർന്ന അഭിഷേകത്തെ സ്വീകരിക്കാൻ കഴിയാത്ത മനോഭാവങ്ങളാൽ നിങ്ങളുടെ മുന്നിൽ പലരും നിന്ന് കഴിഞ്ഞാൽ ഓർത്തുകൊള്ളണം, നിങ്ങളായിട്ട് വെളിപ്പെടുത്താൻ പോകരുത്, നിങ്ങളായി അതിനെ പ്രദർശിപ്പിക്കാൻ പോകരുത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക,
എന്റെ തിരുവനന്തപുരം ഭാഷയിൽ പറയാം, അവിടെ ബുദ്ധി അടിച്ചു പോകുന്ന വമ്പൻ വെളിപ്പാടുകൾ. എനിക്ക് ആ വാക്കുകൾ ഒത്തിരി പറയാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ പത്രോസ് തന്നെ പിടികിട്ടുന്നില്ല പൗലോച്ചായൻ എന്തു പറയുന്നു എന്ന്. സ്തോത്രം. അവൻ നിഘണ്ടുകളിൽ പോലും ഇല്ലാത്ത ആഴമേറിയ വെളിപ്പാടാ പൗലോസാൻ പറയുന്നത്. നിഘണ്ടുകളിൽ പോലും. നിങ്ങൾ ആ വാക്കുകളെ ശ്രദ്ധിക്കണേ. ഈ ലേഖനങ്ങൾ പൗലോസ് അടക്കമുള്ള പലരും എഴുതി. യൂദ ഒരൊറ്റ ലേഖനം കൊണ്ട് എഴുതി. നിങ്ങൾ കേൾക്കണേ, ഈ പലരും ഞെക്കിയും പിഴിഞ്ഞും ഒക്കെ ആ ലേഖനം എഴുതിയേ. ഞെക്കിയും പിഴിഞ്ഞും ഒന്ന് എഴുതി തീർക്കാൻ വേണ്ടി എഴുതിയവരുമാണ്. യൂദ എഴുതിയ ഒരു ലേഖനം, തീത്തോസ് എഴുതിയത് 2 ലേഖനം, 2 അധ്യായം. യൂദ എഴുതി 2. യെസ്. തിമോത്തിയോസ് എഴുതിയത് മൊത്തം കൂടി കൂട്ടിപ്പോയാൽ അവൻ 6 or 7 അധ്യായങ്ങൾ, 2 ലേഖനങ്ങളിലൂടെ. ഫിലോമോൻ എഴുതിയത് ഒരൊറ്റ അധ്യായം. ശ്രദ്ധിക്ക്, യോഹന്നാൻ എല്ലാം കൂടി കൂട്ടി 3 ലേഖനങ്ങൾ എഴുതിയാൽ കൂട്ടിക്കഴിഞ്ഞാൽ 10 or 11 അധ്യായങ്ങൾ. അപ്പൊ എഴുതാൻ വേണ്ടി എഴുതിയവരുമുണ്ട്. ഇവരുടെയൊക്കെ അധ്യായങ്ങൾ ഞെക്കിയും പിഴിഞ്ഞുക. പക്ഷെ പൗലോസ് ഈ കൊരിന്തി ലേഖനം മാത്രം എടുത്ത്, കൊരിന്തി ലേഖനം ആദ്യത്തെ അധ്യായം 15, 2-ാം അധ്യായം 13. ഇത് 3-ഉം ഇത് 2-ഉം കൂടി ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഈ എഴുതിയവരെക്കാളും ഡബിള്. കാര്യം പിടികിട്ടിയോ? സ്തോത്രം. അതിനകത്തൊരു ആത്മീക മർമ്മം കൂടെയുണ്ട്. ഈ യൂദാക്കെ ലേഖനം എഴുതിയത് പരസ്യമായ ഇടങ്ങളില്ല, സൗകര്യങ്ങളുടെ പുറത്തായി എഴുതിയത്. പക്ഷെ പൗലോസ് തന്റെ ലേഖനങ്ങളിലും നല്ലൊരു ഭാഗം എഴുതി കാരാഗ്രഹത്തിനകത്ത്. എന്ന് വെച്ചാൽ കാരാഗ്രഹത്തിനകത്ത് എഴുതിയത് പൗലോച്ച മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. സ്തോത്രം. അതിന്റെ ആശയം മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന്റെ ആശയം, അകാല പ്രജയെ ദൈവം ഉയർത്തി. അളവ് കണ്ടോ? യേശുവിന്റെ നാമത്തിൽ അകാല പ്രജ എന്ന് സ്വയം പറഞ്ഞവനെ, അകാല പ്രജ എന്ന് സ്വയം ഉള്ളടക്കം ചെയ്തവനെ ദൈവം ഉയർത്തി. അളവ് കണ്ടോ? രക്തത്താൽ ജയം. 14 ലേഖനങ്ങൾ അടക്കം. ഞാൻ അതിന്റെ അകത്തൊരു ആത്മീക ദൂത് പറയാം. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പൈശാചിക മേഖല പറഞ്ഞത്, ഇനി പൗലോസിനെ കാരാഗ്രഹത്തിനകത്ത് ഇടരുത്. ദുരാത്മാവിന് മനസ്സിലായി ഇട്ട് കഴിഞ്ഞാൽ അവൻ പുറത്തു വരുന്നതും വെളിപ്പാടുകളുമായിരിക്കും. ആമേൻ. ഒരു കാലഘട്ടം വരെ പിശാച് പറഞ്ഞു, ഇടരുതവനെ, ഇടരുത്. ഇന്ന് ഈ ദൂത് ഞാൻ പറയുമ്പോൾ ആത്മാവിൽ ദൂതിനെ സ്വീകരിക്കുക. ഒരു കാലഘട്ടം വരെ പൈശാചിക മേഖല പൗലോസിനോട് എതിർത്ത്, ഇടരുതവനെ, ഇടരുത്. അവൻ അകത്ത് നിന്നാൽ സഭയ്ക്ക് ലേഖനം എഴുതും, അവന് പുറത്തിറങ്ങിയാൽ അവൻ സഭകളെ സ്ഥാപിക്കും. അതിന്റെ ആത്മീക മർമ്മം പിടികിട്ടിയോ? പൈശാചിക മേഖലകൾക്ക് നീ ഒരു ഫണ്ണല്ല. പൈശാചിക മേഖലകൾക്ക് നീ ഒരു തലവേദനയായി മാറും. ദുരാത്മ മേഖലകൾക്ക് നീ ഒരു തലവേദനയായി. നിങ്ങൾ പാർക്കുന്ന, എനിക്കറിയാം ദൂത് കയറി വരുന്നുണ്ടല്ലോ, നിങ്ങൾ പാർക്കുന്ന മേഖലകളിൽ, നിങ്ങൾ പാർക്കുന്ന പട്ടണങ്ങളിൽ സ്വീകരിക്കുക. നിങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ വ്യാപരിക്കുന്ന ദുരാത്മ മേഖലകൾക്ക് നിന്നെ വഹിക്കാൻ പറ്റാത്ത അളവിൽ ഈ വ്യാപരികട തന്നെ കത്ത്. നമ്മള് പതുക്കെ തുടങ്ങുകയുള്ളൂ. പിന്നെ അവസാനം എന്ന് പറയുന്നത് പിടിച്ച കിട്ടത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് ഏറ്റെടുത്തോ? ആരുടെക്കോ ദൈവാത്മാവ്. അതുകൊണ്ടല്ലേ ദുരാത്മാ മേഖല ഒരിക്കൽ പൗലോസിനോട് പറഞ്ഞത്, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, പൗലോസിന് പരിചയമുണ്ട്. പൈശാചിക മേഖലയും പൗലോസ് ഒരുമിച്ച് പഠിച്ചതാണോ? അല്ല. പിന്നെ എങ്ങനെ ദുരാത്മാ മേഖല പറയാനുള്ള കാരണം? അവർ പറഞ്ഞതിന്റെ കാരണം ഇതാ, ഞങ്ങൾ തയ്യാറാക്കുന്ന സകല പദ്ധതികളെയും പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് പൊളിച്ചടുക്കുന്ന ഒരു പൗലോസിനെ ഞങ്ങൾക്കറിയാം.
ദുരാത്മാ മേഖല പറഞ്ഞു തന്നാന്ന് അറിയണ്ടേ? ഞങ്ങൾ തയ്യാറാക്കുന്ന സകല പദ്ധതികളെയും കൊച്ചു മുറിക്കകത്തിരുന്ന് പൊളിച്ചടുക്കുന്ന പൗലോസിനെ ഞങ്ങൾക്കറിയാം. ഇന്ന് രാത്രി ദൂത ചില കുടുംബങ്ങളുടെ ആഴത്തിൽ ഇടപെടുകയാണ്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ദുരാത്മാ മേഖലകൾക്ക് അതിനെ സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ ആ വാക്കുകളെ വീണ്ടും ഇന്ന് ആവർത്തിക്കപ്പെടട്ടെ. നിങ്ങൾ പാർക്കുന്ന പട്ടണമാകട്ടെ, ഇത് ഏത് രാജ്യമായാലും, അത് ഏത് ജില്ലയായാലും, ഏത് സംസ്ഥാനമായാലും, ആ പാർക്കുന്ന ദുരാത്മാക്കൾക്ക് നിങ്ങളെ വഹിക്കാൻ പറ്റാത്ത അളവിൽ ജഗല ഘടകത്തിന് തീ പിടിക്കുന്ന അഭിഷേകമുള്ള ചിലരെ, തീ പിടിക്കുന്ന അഗ്നി ചുമക്കുന്ന ചിലരെ. ഗ്ലോറി ടു ഗോഡ്. പൗലോസ്ലീഗ പറഞ്ഞൊരു പദം, കൃപ വ്യർത്ഥമാക്കിയില്ല. കൃപ വ്യർത്ഥമാക്കിയില്ല. എന്തുകൊണ്ട് പൗലോസ് കൃപ വ്യർത്ഥമാക്കിയില്ല? അതാണ് നമ്മുടെ ദൂത. ഈ കൃപ പൗലോസിൽ എത്രമാത്രം സ്വാധീനിച്ചു? ഈ കൃപ പൗലോസിൽ എങ്ങനെയാ മാനിഫെസ്റ്റേഷൻ ചെയ്തത്? ശ്രദ്ധിച്ചേ, ദൂതിലേക്ക് വരാം. പൗലോസ് പറയുന്ന കണ്ടോ, കൃപ ഞാൻ വ്യർത്ഥമാക്കിയില്ല, വ്രതമാക്കാം. കാരണം പൗലോസ് നിൽക്കുന്നത് കൊരിന്തിലാണ്. കൊരിന്തിന്റെ സ്വഭാവം, കൊരിന്ത് ഒരു തുറമുഖ പട്ടണമാണ്. പ്രത്യേകത, വിവിധ രാജ്യങ്ങളുടെ ആളുകൾ വന്നത് ടൂറിസ്റ്റ് കേന്ദ്രമായത് കൊണ്ട് വിവിധ കൾച്ചറുകൾ കൊരിന്തിന്റെ അകത്തുണ്ട്. ഇന്ത്യക്കകത്ത് ഒറ്റ കൾച്ചറേ ഉള്ളൂ. ആർഷഭാരതത്തിനകത്ത് ഒറ്റ കൾച്ചറാണ്. പക്ഷേ കൊരിന്തിന്റെ അകത്ത് ഒരു കൾച്ചറല്ല, പല കൾച്ചറുകൾക്കകത്താണ്. പാപം ചെയ്യുവാൻ ഏത് തരക്കാർക്കും സൗജന്യമായി യഥേഷ്ടം പാപം ചെയ്യുവാനുള്ള നിരന്തര സ്വാതന്ത്ര്യം കൊരിന്തിന്റെ അകത്തുണ്ട്. സൗജന്യമായി പാപം ചെയ്യാൻ, കണ്ണ് തുറന്നാൽ പാപത്തിന്റെ സ്ട്രീറ്റുകളാണ്. പക്ഷെ പൗലോസ് പറയുന്നത്, എത്ര പാപത്തിൽ എന്നെ മുക്കി വെച്ചാലും എന്നിൽ പാപം കയറുകയില്ല, കാരണം ഞാൻ കൃപ വ്യർത്ഥമാക്കത്തില്ല. ഇന്ന് രാത്രിയിൽ 4-ാം ദിവസം നിങ്ങളുടെ സമയങ്ങളെയൊക്കെ മാറ്റിവെച്ച്, ഞങ്ങളുടെ പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ഈ സമയത്ത് കിച്ചണിൽ ഇരിക്കേണ്ടവര്, ആ സമയങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഈ വചനത്തിന്റെ മുന്നിൽ ഇന്ന് രാത്രി ഇരിക്കുമ്പോൾ, ഒരു അഭിഷക്തൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയരെ, കൃപ വ്യർത്ഥമാക്കി കളയരുത്. കൃപ വ്യർത്ഥമാക്കി കളയരുത്. ഓ ഗാഡ്, കൃപ വ്യർത്ഥമാക്കി കളയരുത്. അഭിഷേകം വ്യർത്ഥമാക്കി എന്നല്ല, ശുശ്രൂഷ വ്യർത്ഥമാക്കി എന്നല്ല, കൃപ വ്യർത്ഥമാക്കിയില്ല എന്ന് വെച്ചാൽ അഭിഷേകത്തെക്കാളും ശുശ്രൂഷയെക്കാളും ഉയർന്നു നിൽക്കുന്നതാണ് ദൈവകൃപ. ശുശ്രൂഷകളുടെ മാനദണ്ഡം ദൈവകൃപയാണ്. കണ്ടോ, കൃപ വ്യർത്ഥമാക്കിയില്ല. സമയമില്ല, വേഗത്തിൽ നമുക്ക് ആ വചനമൊക്കെ ഒന്ന് ധ്യാനിച്ച്, നമ്മൾ വചനം തുടങ്ങിയിട്ടേ ഉള്ളൂ, ധ്യാനിച്ച് നമുക്കൊന്ന് ആത്മാവിൽ ഒന്ന് കത്താം. ശ്രദ്ധിക്കും, എന്തുകൊണ്ട് കൃപ വ്യർത്ഥമാക്കിയില്ല? കൃപ എന്തുകൊണ്ട് വ്യർത്ഥമാക്കിയില്ല? സാഹചര്യങ്ങൾ അനുവദീയമില്ലാത്തത് കൊണ്ടല്ല, സാഹചര്യങ്ങൾ ഉണ്ട്. സ്തോത്രം. രഹസ്യത്തിനകത്ത് കയറി പാട്ടും പാടി പ്രാർത്ഥിച്ചോ ജ്വലിച്ച കൃപയല്ല പൗലോസിൻ്റെത്. നഷ്ടപ്പെടാൻ 100% സാധ്യതയുണ്ട്. ആ സാധ്യതകൾക്കകത്ത് നിന്നുകൊണ്ട് ദൈവകൃപയെ ഒരു ദൈവ മനുഷ്യൻ കൈകാര്യം ചെയ്യണമെങ്കിൽ അവന്റെ ഉള്ളിൽ വ്യാപരിച്ചത് ദൈവകൃപയുടെ കൃത്യമായ വെളിപ്പാടാണ്.
കൃത്യമായ വെളിപ്പാട് ഒരു ഭാഗം പറയാം. അത് എഫേസ്യ ലേഖനത്തിന്റെ വെളിപ്പാടിൽ പറയാം. തനിക്ക് മനസ്സിലായി താൻ ഒരു ആത്മീക യാചകനല്ല, താൻ ഒരു ആത്മീക പോരാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ലഭിക്കുന്ന, നിങ്ങളിൽ ലഭ്യമാകുന്ന ദൈവിക വെളിപ്പാടുകളാണ് നിങ്ങളെ ആത്മാവിൽ സജ്ജമാക്കാൻ കഴിയുന്നത്. ഞാൻ ഈ വാക്കുകൾ എന്റെ ഉള്ളിൽ പറയുമ്പോ കൃപവ്രതം ആ വിഷയം നമ്മൾ തൊടും. പക്ഷെ പൗലോസിൽ വന്നു കയറിയ വെളിപ്പാടുകൾ നിങ്ങള് ഈ വെളിപ്പാട് എന്നൊക്കെ പറയുമ്പോ കൃപ വ്യർത്ഥമാക്കാതെ മറ്റൊരു വശവും കൂടിയും ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 3:12 പറയുന്നത് കാമീൻ നമ്മൾ ദൈവമക്കളാകും, ദൈവം നമുക്ക് അധികാരം തന്നു എന്നാണ്. അധികാരം തന്നു, ദൈവമക്കളാകുവാൻ നമുക്ക് അധികാരം തന്നു. ശ്രദ്ധിക്ക്, ദൈവമക്കളാകുവാനാണ് അധികാരം, ആയില്ല. പക്ഷേ റോമാലേഖനം 8:14 വരുമ്പോൾ അവിടെ കൊടുക്കുന്ന വാക്കിങ്ങനെയാണ്. ആമേൻ. അവിടെ കൊടുക്കുന്ന വാക്ക് 8:14 ദൈവാത്മാവിൽ നടക്കുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. ദൈവാത്മാവിൽ നടക്കുന്ന ഏവരും റോമാലേഖനം 8:14 വരുമ്പോൾ അവിടെ കൊടുക്കുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവ മക്കൾ ആകുന്നു. അപ്പോ യോഹന്നാൻ പറഞ്ഞത് മക്കളാകും അധികാരം നൽകുമെന്നാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരുമെന്നാണ്. എന്ന് വെച്ചാൽ അധികാരം ലഭിച്ചവന് ആത്മാവിനോടൊപ്പം നടത്തമുണ്ട്. ആത്മാവിൽ നടക്കുന്നവനാണ് സാക്ഷാൽ പുത്രൻ. ആമേൻ. എന്ന് പറഞ്ഞാൽ പൗലോസ് കൂടെ കൊടുക്കുന്ന ഒരു ആത്മീയ വെളിപ്പാട്, കൃപ ഞാൻ വ്യർത്ഥമാക്കിയില്ല എന്ന് റോമാലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ഞാൻ ആത്മാവിൽ നടന്നു എന്നതാണ്. അപ്പൊ ആത്മാവ് അധികാരമുള്ളവനൊരു നടത്തമുണ്ട്. ദൈവാത്മാവിൽ നടക്കുന്ന ഏവരും ആത്മാവ് വന്നവരല്ല, നടപ്പൊരു വിഷയമാണ്. രക്തം സ്വയം. നിങ്ങളെ വചനത്തിലേക്ക് ഒന്ന് വന്നേ. നമ്മുടെ വിഷയം കൃപ വ്യർത്ഥമാക്കരുതെന്നാണ്. ശ്രദ്ധിക്കുക, എന്തുകൊണ്ട് കൃപ പൗലോസ് വ്യർത്ഥമാക്കിയില്ല? കൃപ വ്യർത്ഥമാക്കി. അവിടെ നമ്മുടെ ദൂത്. കൃപ എന്തുകൊണ്ട് വ്യർത്ഥമാക്കി? ഇത് അറിയണമെങ്കിൽ കൊരിന്ത്യർ ലേഖനം തന്നെ നമുക്ക് ധ്യാനിക്കണം. കൃപ വ്യർത്ഥമാക്കി. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം, അതിന്റെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം, അതിന്റെ 2-3 വാക്യങ്ങളിലാണ് എന്തുകൊണ്ട് കൃപ താൻ വ്യർത്ഥമാക്കി. വാക്യം ഇങ്ങനെ: ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊരുത്തനെയും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. കൃപ വ്യർത്ഥമാക്കാത്തതിന്റെ കാരണം പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊരുത്തനെയും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഞാനിപ്പോ കൊരിന്തില്ല, പാപം എന്റെ ഉള്ളിൽ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ. ഗോഡ്, അതൊന്ന് മനസ്സിലായോ? മറ്റൊന്നിനെയും എനിക്കറിയില്ല. അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിക്കുന്നു. ആരാ? ദൈവം നിർണയിക്കുന്നു എന്നല്ല, ഒരു മനുഷ്യൻ ദൈവത്തോട് നിർണയിക്കുന്നു. യേശുവിനെ അല്ലാതെ. യേശു മാത്രമല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലാതെ. എന്താ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നതിന്റെ കാരണം? ആ വാക്കുകൾക്കകത്ത് ഒരു വലിയൊരു വെളിപ്പാടുണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുമ്പോൾ
തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറഞ്ഞാൽ പോരെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന് പറഞ്ഞാൽ പോരെ. പൗലോസിന് കൊരിന്തിൽ ജയിക്കണമെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൽ വന്നാൽ പോരാ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ, ക്രൂശിക്കപ്പെട്ടതുപോലെ. ഓ ഗാഡ്, ക്രൂശിക്കപ്പെടുക. അപ്പൊ കൃപ വ്യർത്ഥമാക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. എന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ ഞാനും കൊരിന്തും തമ്മിൽ ക്രൂശാണ്. ഞാനും കൊരിന്തും തമ്മിൽ ക്രൂശാണ്. പൗലോസ് പറയുന്നത്, പാപത്തിൽ എന്നെ മുക്കി വെച്ചാലും പാപത്തിന്റെ സ്വഭാവം എന്റെ അകത്ത് കയറാത്തതിന്റെ കാരണം ഞാനും കൊരിന്തും തമ്മിലൊരു ക്രൂശാണ്. ഇന്ന് രാത്രിയില് നിങ്ങൾ ശ്രദ്ധിക്കണേ, പൗലോസ് കൊരിന്തിൽ പോകുമ്പോ ഒരു വ്യക്തി പോലും തന്നോട് ഒരുമിച്ചില്ല. ഒരു മിഷൻ സ്റ്റേഷൻ എന്ന പോലെയാ പൗലോസ് കൊരിന്തിൽ പോകുന്നത്. എഫെസോസിൽ പോയാൽ ആളുണ്ട്, കൊലോസിയൽ പോയാൽ ആളുണ്ട്, തെസ്സലോനിക്കയിൽ പോയപ്പോൾ ആളുണ്ട്. പക്ഷെ കൊരിന്തിൽ തനിക്കൊരാളില്ല. ദൂത് ഏൽപ്പിക്കപ്പെട്ട നിയോഗത്തിന് കളങ്കം പറ്റാതെ വിശ്വസ്തനായി നിൽക്കാൻ നീ നിൽക്കാൻ തയ്യാറായാൽ നിന്നോട് ദൂത് പറഞ്ഞ ദൈവം നിന്നോട് ഒരുമിച്ച് ഇറങ്ങി വരും. നീ നിൽക്കുവാൻ തയ്യാറായാൽ സ്വർഗം മുഴുവന് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാൻ ഈ സൂമിലേക്ക് വരുമ്പോ ഇവിടെ ഒരു വർഷിപ്പ് ചെയ്ത് പ്രാർത്ഥിച്ച എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരം തരുന്നത്. കൊരിന്തിൽ ഇതുപോലെ പൗലോസിന് ക്ഷണിക്കാൻ ഒരാളില്ല, പാടാൻ ഒരാളില്ല, പ്രാർത്ഥിക്കാൻ ഒരാളില്ല, കീബോർഡ് പ്ലേ ചെയ്യാൻ ഒരു അച്ചാച്ചൻ ഇല്ല. അവിടെ ആരുമില്ലാത്ത കൊരിന്തിന്റെ അകത്ത് കയറി യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തണമെങ്കിൽ പൗലോസ് പറയുന്നു, ഒരുക്കപ്പെട്ട അന്തരീക്ഷത്തിനകത്തല്ല ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ഒരു മനുഷ്യൻ കയറിയത്. ഒരുക്കപ്പെടാത്ത ഒരു അന്തരീക്ഷം, ഒരുങ്ങാത്ത ഒരു അന്തരീക്ഷത്തിന്റെ അകത്ത് കയറി യേശുവിനെ വെളിപ്പെടുത്തണമെങ്കിൽ അതിനകത്തൊരു ആത്മീക ദൂത് പറയും, ഏത് ഡ്രൈ പ്ലേസ് ആയാലും, ഏത് ഡ്രൈ അന്തരീക്ഷമായാലും നീ നിന്ന് കഴിഞ്ഞാൽ ആ ഡ്രൈ മേഖല ഡെലിവറൻസ് ആയി മാറും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില വീടുകളിൽ ചില ഡ്രൈ ആയ മൂവ് ചെയ്യുന്ന, മിനിസ്ട്രിയിൽ ഡ്രൈനെസ് അനുഭവിക്കുന്ന, പ്രാർത്ഥനയിൽ ഡ്രൈനെസ് അനുഭവിക്കുക, അങ്ങ് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല പാസ്റ്ററെ, അങ്ങ് ചലിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുന്നവരുണ്ടോ ഇന്ന് പകലിൽ? ഈ രാത്രി ഉണ്ടോ ഇതിനകത്ത്? പാസ്റ്ററെ, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് ചലിക്കാൻ പറ്റുന്നില്ല, ജനാധന ചലിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ടോ? അടുത്ത ട്രാക്കിലേക്ക് മിനിസ്ട്രി ഫോർവേഡ് ആകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ ഇന്ന് രാത്രി ഉണ്ടോ? എങ്കിൽ ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് പറയാം, പരമാർത്ഥമായ ഹൃദയത്തോട് ഇന്ന് രാത്രി പറയാം, നിന്റെ ഡ്രൈ പ്ലേസുകളെ ഡെലിവറൻസിന്റെ പ്ലേസ് ആക്കി മാറ്റാം. ചലിക്കാൻ കഴിയാത്ത മേഖലകൾ ഏറ്റെടുത്തോ, ചലിക്കാൻ കഴിയാത്ത മേഖലകൾ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ചലിക്കാൻ കഴിയാത്ത മേഖലകൾ, ചലനങ്ങൾ കാണാത്ത ചില മിഷൻ സ്റ്റേഷൻസുകൾ, ചലനങ്ങൾ. വർഷങ്ങൾ മിനിസ്ട്രി ചെയ്തിട്ടും അതിൻ്റെ അകത്ത് ഒരു റിസൾട്ട് ഉണ്ടാകാതെ വന്നു. വർഷം 10-40 വർഷം 10-20 പാസ്റ്റർ, ഇതുവരെയും മിനിസ്ട്രിക്കകത്തൊരു റിസൾട്ട് കാണുന്നില്ല എന്ന് പറയുന്നവരുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രി കുറിച്ചു തരാം, നിങ്ങൾ ഇതുവരെയും കാണാത്ത കരുത്തേറിയ മൂവ്, നിങ്ങൾ ഇതുവരെയും കാണാത്ത അസാധാരണമായൊരു മൂവ്. ആക്ച്വലി പൗലോസിനെ സംബന്ധിച്ച് കൊരിന്തൊരു ഡ്രൈയ. കാരണം എഫേസോ സഭയൊക്കെ സംബന്ധിച്ച്
എന്ത് മാസ് മൂവ് എന്നറിയാവും. പക്ഷെ പൗലോസിനെ സംബന്ധിച്ച് ഒരു ഡ്രൈ പ്ലേസാ, മൂവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ മൂവ് ചെയ്യാൻ പറ്റാത്തിടത്ത് ഈ മനുഷ്യൻ പറയുന്നു, ആമേൻ, മിനിസ്ട്രി മൂവ് ചെയ്തില്ലായിരിക്കാം, വേദികൾ മൂവ് ചെയ്തില്ലായിരിക്കാം, പക്ഷെ ഞാൻ കൃപ വ്യർത്ഥമാക്കത്തില്ല. മിനിസ്ട്രി മൂവ് ചെയ്യാത്തത് കൊണ്ട്, വേദികളിൽ ജനം ഓടി വരാത്തത് കൊണ്ട്, നീ പ്രതീക്ഷിച്ചതുപോലെ ഒരു കുത്തനെയുള്ള ഒരു കയറ്റം കയറി നിൽക്കാത്തത് കൊണ്ട്, പൗലോസ് പറയുന്നു, കൃപ ഞാൻ വ്യർത്ഥമാക്കത്തില്ല. സ്കൂളിൽ, കോളേജിൽ, മിനിസ്ട്രിയിൽ, കൂട്ടങ്ങളിൽ, കുഞ്ഞുങ്ങളെ, പ്രിയരെ, കൃപ. അപ്പൊ കൃപ വ്യർത്ഥമാക്കാത്തിന്റെ റീസൺ ഒന്ന് ക്രൂശാണ്. ആക്ച്വലി ആ വാക്ക് ഒത്തിരി പറയാനുണ്ട്, ഞാൻ ആ വാക്കിനെ സ്കിപ്പ് ചെയ്യാം, നമുക്ക് അടുത്ത അഷ്ടവേഗത്ത് പറയാം. 2, നിർണയമാണ്. നിർണയം. എന്തുകൊണ്ട് കൃപ വ്യർത്ഥമാക്കാൻ കഴിഞ്ഞില്ല? നിർണയം. എന്തുവാ നിർണയം? കൊടുത്ത വാക്ക്, ഞാനും യേശുവും തമ്മിൽ ഒരു നിർണയ ബന്ധത്തിനകത്ത് നിൽക്കുന്നു. എന്തുകൊണ്ട് ദൈവാത്മാവ് നമ്മോട് നിർണയത്തിൽ നിൽക്കാൻ ദൈവാത്മാവ് വീണ്ടും നമ്മോട് ആവശ്യപ്പെടുന്നു? എല്ലാവരുടെ ചോദ്യമല്ല, ചിലരോടൊക്കെ സ്പെസിഫിക്കായി, ചിലരോടൊക്കെ ദൈവാത്മാവ് നിർണയത്തിൽ നിൽക്കാൻ എന്തുകൊണ്ട് പറയുന്നു? പൗലോസ് നിന്നത് കൊണ്ടുള്ള ഗുണം എന്നാന്നറിയണ്ടേ? നിന്നത് കൊണ്ടുള്ള പൗലോസിന്റെ റിസൾട്ട് 5-ാമത്തെ വാക്യമാണ്. നിർണയത്തിൽ നിന്നതുകൊണ്ട് പൗലോസ് പറയുന്നു, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനങ്ങളായി മാറാൻ തുടങ്ങി. ഒരുത്തൻ നിർണയത്തിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ വചനവും അവന്റെ പ്രസംഗവും ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. കണ്ടോ? കൃപ പൗലോസിൽ പ്രദർശിപ്പിച്ചത് കണ്ടോ? ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. ഇനി നിങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് നിൽക്കണം. കൃപ വ്യർത്ഥമാക്കാത്തതിന്റെ കാരണം നിർണയമാണ്. അപ്പൊ നിർണയത്തിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസിൽ ആക്റ്റീവായത് ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ശക്തി എന്ന് പറയുമ്പോൾ, ഈ ശക്തിയെ കുറിച്ച് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, ഈ ശക്തി മരിച്ച യേശുവിലും വ്യാപരിച്ചു എന്നാണ്. മരിച്ച യേശുവിലും, മരിച്ചവരുടെ ഇടയിൽ നിന്നവനെ ഉയർപ്പിച്ചു എന്നാണ്. പ്രൈസ് ഗോഡ്. ആ വാക്കുകൾ വേറെയാണ്, നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുപോകണ്ട. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ആ വാക്യം മാത്രം പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ കൃപ വ്യർത്ഥമാക്കാതിന്റെ കാരണം ക്രൂശാണ്. 2, നിർണയമാണ്. അപ്പൊ നിർണയത്തിൽ നിന്നതുകൊണ്ട് പൗലോസിൽ ലഭ്യമായത് ദൈവത്തിന്റെ ശക്തിയാണ്. ഇനി ഈ വാക്യം നമ്മള് കൊരിന്ത് ലേഖനം കൊണ്ട് ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ ഈ വാക്യം കിടപ്പുണ്ട്. ശ്രദ്ധിക്കുക, 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 4:8. ഈ ആക്ച്വലി ആ വിഷയം 8-ൽ മാത്രമല്ല, 1 കൊരിന്ത്യർ ലേഖനം വായിച്ച 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിലുമുണ്ട്. ഞങ്ങൾ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്ന് പറയുന്നു. അതേ വാക്ക് തന്നെ അത് കൊരിന്തിൽ വന്ന് 2 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന 8-ാം വാക്യത്തിനകത്ത് പൗലോസ് പറയുന്നത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അടുത്ത വാക്ക്, ബുദ്ധിമുട്ടവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. നിർണയത്തിൽ നിൽക്കുന്നവൻ. കേട്ടോ? ആർക്കാ സംഭവിച്ച്? നിർണയത്തിൽ നിൽക്കുന്നവൻ ഉണ്ടായതാണ്. നിർണയത്തിൽ നിൽക്കുന്നവന്, ആമേൻ, പ്രിയരെ, നിർണയത്തിൽ നിൽക്കുന്നവന് ഉണ്ടാകേണ്ടത് ദൈവമഹത്വത്തിന്റെ ഉയർന്ന തലങ്ങളല്ലേ? ആണ്.
പക്ഷെ പൗലോസ് നിർണയത്തിൽ നിൽക്കുമ്പോൾ തനിക്ക് ലഭിച്ചത് കൊരിന്ത്യ ലേഖനത്തിൽ 3 പ്രാവശ്യങ്ങൾ ഇതുപോലെ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ 1-ാം ലേഖനം പറയുന്നത് ഭയം, ബലഹീനത, നടുക്കം, നിർണയത്തിൽ നിന്നതുകൊണ്ട്. ഇത് കുറച്ചും കൂടി ക്ലാരിറ്റി വരണമെങ്കിൽ ഇയ്യോബിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇയ്യോബിനെ കുറിച്ച് ഇയ്യോബ് പറഞ്ഞതല്ല, നാട്ടുകാര് പറഞ്ഞൊരു വസ്തുതയുണ്ട്. എന്നാന്നറിയണ്ടേ? നീതിമാൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ട് അകലുന്നവൻ. ഈ ദുഷ്ടനെയല്ല ദൈവം ശോധന ചെയ്തത്, ദോഷം ചെയ്യുന്നവനെ അല്ല. പിന്നെ നീതിമാൻ, ദോഷം വിട്ടകലുന്നവൻ, നിഷ്കളങ്കനെയാണ് ദൈവം ശോധന ചെയ്യുന്നത്. പ്രിയരെ, ഈ നീതിമാനെ ശോധന ചെയ്തിട്ട് ദൈവത്തിന് എന്ത് ലഭിക്കാനാ? ഓൾറെഡി അവൻ നീതിമാനല്ലേ. ദോഷം വിട്ടകലുന്നവനെ ശോധനകളിലും പരിശോധനകളും ചെയ്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയത് കൊണ്ടല്ലേ നീതിമാൻ എന്ന് പറയുന്ന പേരായത്. അവൻ പക്ക ജെനുവിൻ പീസ് അല്ലേ. ഒരു ജെനുവിനായ പീസ് ആയത് കൊണ്ടല്ലേ അവൻ നീതിമാൻ ആയത്. പിന്നെ എന്തിനാ ഈ ശോധനയൊക്കെ എന്തിനാ ചെയ്യുന്നേ? ബലഹീന വശങ്ങളെയൊക്കെ ഒന്ന് പരിശോധനയിൽ ഏർപ്പെടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ. പക്ഷേ നിങ്ങൾ കേൾക്കാം, ദൈവം അവിടെ പരിശോധിച്ചത് നീതിമാനെയാണ്. ഗോഡ്, ഹല്ലേലൂയ. ഈ നീതിമാൻ വീണ്ടും നീതിമാനാകാനല്ല, മറിച്ച് അത് ദൈവത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണത്. ദൈവം ശോധന ചെയ്യുന്നത്, അവിടെ പഠിപ്പിക്കുന്നത് നീതിമാനായ ഇയ്യോബിനെയാണ്, ദോഷം വിട്ടകലാത്തവൻ. ഇനി ആ ചിന്തയിൽ നിന്ന് പൗലോസ് നോക്കിക്കേ. പൗലോസ് പറയുന്ന ചിന്ത ഭയം, ബലഹീനത, നടുക്കം. ആർക്ക? നിർണയത്തിൽ നിന്നവൻ. ഓ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി ശുശ്രൂഷിച്ചു, ഒത്തിരി ഓടി, ഒത്തിരി 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 എക്സെട്ര എക്സെട്ര. പക്ഷെ എന്നിട്ടും എന്നെ വിട്ട് ഈ പ്രശ്നം മാറുന്നില്ല എന്നതാണ് നിന്റെ വിഷയമെങ്കിൽ ഇന്ന് രാത്രി പറയാം, ആരും ഇതുവരെ തിരിച്ചറിയാത്തൊരു വലിയ ഗ്ലോറി ചുമക്കാൻ അത് നിന്റെ മിനിസ്ട്രിയിലൂടെ വെളിപ്പെടാം. ഞാൻ അതിനെ തെളിയിച്ച് നിർത്താൻ കേട്ടോ. സത്യത്തിൽ എന്റെ മുന്നിൽ സമയം ഈ 10 മിനിറ്റേ ഉള്ളൂ. ഞാൻ ആ വാക്കിനൊന്ന് തെളിയിച്ച് നിങ്ങളെ മനസ്സിനെ ഈ വചനവുമായി ഒന്ന് കൊണ്ടുവരാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ആ വാക്യൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്. ആരാ ഇങ്ങനെ ദൈവം ചെയ്തേ? നിർണയത്തിൽ നിന്നവൻ. ഈ നിർണയത്തിൽ നിന്നവന് ഭയം, ബലഹീന, നടുക്കം. ഭയപ്പെട്ടു. ആരാ ഭയപ്പെട്ടെ? പൗലോസിന് ഭയോ? നിങ്ങൾക്ക് അറിയാമോ, പൈശാചിക മേഖല ഒരിക്കൽ പൗലോസിനോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന്. നിന്നെ കൊല്ലുമെന്ന് പൗലോസ് പറയുന്നത് മരിക്കുന്നത് എനിക്ക് ലാഭമെന്ന്. വീണ്ടും പൈശാചിക മേഖല പറഞ്ഞത് നിന്നെ കൊല്ലാതെ കൊല്ലുമെന്ന്. പക്ഷെ പൗലോസ് വീണ്ടും പറഞ്ഞത് ആമയുടെ കഷ്ടത വിഷയല്ലടാ, നിത്യ തേജസ്സിന്റെ കനം എനിക്കുണ്ടെന്ന്. ഒരിക്കൽ പുതിയ നിയമത്തിൽ ഒരു പ്രവാചകൻ വന്ന് പൗലോസിന്റെ അരക്കച്ചട എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞതാ, ഈ അരക്കച്ചട ഉടമസ്ഥ യെരൂശലേമിൽ പിടിക്കപ്പെടുമെന്നാ പറഞ്ഞത്. പക്ഷെ പൗലോസ് പറഞ്ഞ പിടിക്കപ്പെടാൻ മാത്രമല്ല, മരിക്കാനും ഞാൻ തയ്യാറായെന്ന. എന്നിട്ട് പൈശാചിക മേഖലയും ദുരാത്മ മേഖലയും മനുഷ്യനും ഒരുമിച്ച് നിന്നിട്ട് പോലും ഭയപ്പെടുത്താൻ കഴിയാത്ത ഒരു ദൈവ മനുഷ്യൻ കൊരിന്തിൽ നിന്ന് പറയുന്നു, എനിക്ക് ഭയമാണ്, ഞാൻ ഭയത്തിനകത്താണ്. ഗ്ലോറി. ആർക്കാ ഭയം? നിർണയത്തിൽ നിൽക്കുന്നവന്. ആർക്കാ നിരാശ? നിർണയത്തിൽ നിൽക്കുന്നവന്. ദൂത് പറയാം. പൗലോസ് പറയുന്ന വാക്ക് 2 കൊരിന്ത്യർ വായിച്ച വാക്യം, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ. അടുത്ത വാക്ക്, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അടുത്തത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, എങ്കിലും നിരാശപ്പെടുന്നില്ല. അടുത്തത്, ഉപദ്രവം അനുഭവിക്കുന്നവർ, എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. അടുത്ത വാക്ക്, വീണ് കിടക്കുന്നവർ, എങ്കിലും നശിച്ചു പോകുന്നില്ല. നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ എങ്കിലും എന്ന വാക്ക് കണ്ടോ? അതിന്റെ അർത്ഥം എന്നാന്നറിയണ്ടേ? നമ്മളെ ഇതുവരെയും എത്തിച്ചത് ഇതുപോലുള്ള എങ്കിലുമാണ്. നമ്മളെ ഇതുവരെ എത്തിച്ചത് ഇതുപോലെയുള്ള എങ്കിലും കണ്ടോ?
ഈ ദൂത് എന്നാന്നറിയേണ്ട, ആക്ച്വലി തകർക്കാനാ ഇതെല്ലാം വന്നേ. പക്ഷെ പൗലോസ് പറയുന്നു എങ്കിലും വീഴുന്നു പോകുന്നില്ല, ഉപേക്ഷിക്കപ്പെടുന്നില്ല. ആർക്കാ? നിർണയത്തിൽ നിൽക്കുന്നവന്. പ്രതിസന്ധി ഇല്ല എന്നാരും പറയരുത് കേട്ടോ. നിനക്കൊരു പോരാട്ടം ഇല്ല എന്നാരും പറയരുത് കേട്ടോ. ഒരു വെല്ലുവിളി നിനക്കില്ല എന്നും വരത്തില്ലെന്നും പറയരുത് കേട്ടോ. പക്ഷെ പൗലോസ് പറയുന്ന എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ട് എങ്കിലും എന്താ പാസ്റ്ററെ എങ്കിലും വീഴുന്നു പോകാത്തതും തകർന്നു പോകാത്തതും ഉപേക്ഷിക്കപ്പെടാത്തതിന്റെ കാരണം 7-ാമത്തെ വാക്യം പറയുന്നു, എങ്കിലും ഈ അത്യന്തം ശക്തി എന്റെ സ്വന്തമെന്നല്ല. ഓ, ഇതെല്ലാം ഉണ്ട്, പക്ഷെ എങ്കിലും വീഴുന്നു പോകാത്തതിന്റെ കാരണം അത്യന്തം ശക്തി. കണ്ടോ? അപ്പൊ എന്തുകൊണ്ട്? നിർണയത്തിൽ നിൽക്കുന്നവനെ വെളിപ്പെടുന്നത് ദൈവശക്തി. കൃപ വ്യർത്ഥമാക്കുന്നില്ല, കൃപ വ്യർത്ഥമാക്കാൻ പറ്റുന്നില്ല. വ്യർത്ഥമാക്കണമെന്ന് തോന്നിയാൽ പോലും വ്യർത്ഥമാക്കുന്നില്ല. ക്ലൈമാക്സിൽ വിജയം അവന്റേതായി മാറുന്നു. ഓ ഗോഡ്, നിങ്ങൾ ആ വാക്യം കണ്ടോ? എങ്കിലും ഈ അത്യന്തം ശക്തി. 7-ാം വാക്യം നമ്മുടെ ആ കൃപ വ്യർത്ഥമാക്കുന്നില്ല പോയിന്റിലേക്ക് വരികയാ, ലാസ്റ്റ് പോയിന്റിലേക്ക് വരികയാ. എങ്കിലും വ്യർത്ഥമാക്കുന്നില്ല. എന്ത്? ഗ്രേസ്. റീസൺ? നിർണയം. നിർണയത്തിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ശക്തി മാത്രമല്ല. ഹലോ, ഈ വാക്ക് എപ്പോഴും നമ്മളെ ബലഹീനമായ പല വിശ്വാസികളും കേൾക്കേണ്ടതാ. നിർണയത്തിൽ നിൽക്കുമ്പോൾ ഒരു നാണയത്തിന്റെ മറ്റൊരു വശം സകല വിധത്തിലും കഷ്ടത, സകല വിധത്തിലും ബുദ്ധിമുട്ട്, സകല വിധത്തിലും നിരാശ, സകല വിധത്തിലും വീണ് കിടക്കുന്നവർ ഒരു ഭാഗം. ഇതാ ശത്രു ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അടുത്ത ഒരു ഭാഗം പൈശാചിക മേഖലകൾക്ക് കാണാൻ കഴിയില്ല. ആ മേഖല അവന് ബ്ലൈൻഡാ. ആ മേഖല ദൈവം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. ആദാം വീണത് പിശാചിന് അറിഞ്ഞു. പക്ഷേ ഒടുക്കലത്തെ ആദാം എഴുന്നേറ്റ് സാത്താന് പിടികിട്ടിയില്ല. എന്നതുപോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആശയം കൂടി കൊണ്ടുവരാം. യൂദ ആക്ച്വലി യേശുവിന് കൊടുക്കുമെന്ന് പൈശാചിക മേഖലകൾക്ക് 100% അറിയാം. അതുകൊണ്ടല്ല അവനെ സമീപിച്ചത്, 100%. പക്ഷേ ദമസ്കാസിൽ കുതിരക്കടമ്പടിക്കകത്ത് കയറി വന്ന പൗലോസിനെ, കാര്യം പിടികിട്ടിയോ? പൗലോസ് ആണെന്ന് പൈശാചിക മേഖലകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദൂത് പിടികിട്ടിയോ? ഇല്ല. യൂദ തള്ളി പറയുമെന്ന് പിശാചിനറിയാം. പക്ഷെ പൈശാചിക മേഖലകൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരുവനെ, ദുരാത്മാ മേഖലകൾക്ക് ഇതുവരെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരുവനെ സ്വർഗത്തിൽ ദൈവം പുറത്തിറക്കുക. പിശാച് നോക്കിയപ്പോ ദമസ്കാസിൽ പൗലോസിന്റെ കയ്യിൽ അധികാര പത്രമുണ്ട്. പൈശാചിക മേഖല ഇവ നമ്മുടെ ആളാ, ഇവ നമ്മുടെ കൂട്ടാ. പക്ഷെ പിശാചെ നിനക്ക് പരിചയമില്ലാത്തവരെ കൊണ്ട്. എന്റെ ഒരു ചിന്ത, പിശാചത മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ ദമസ്കാസിൽ പൗലോസിന് എത്തിക്കത്തില്ല. പക്ഷെ പൈശാചിക മേഖലകൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ചിലതിനെ ആത്മമണ്ഡലങ്ങൾ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ സ്വർഗത്തിന് നിയോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ, മദന ജഗല റോസി മഞ്ജലെ വജസ്പ്രഭാല ഘടകതോനിയ ചൂടരാതകൽജനാസ് പ്രഭാല ഘട
യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദിവസങ്ങളിലായിരുന്നു. പക്ഷെ മറുഭാഗത്ത് ഈ അത്യന്തം ശക്തി ഞങ്ങളുടെ ബന്ധമെന്നല്ല. ഇനി നിങ്ങൾ ആ വാക്കിനൊന്ന് ശ്രദ്ധിക്കണേ, പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞ വാക്ക് എന്നാന്ന് അറിയണ്ടേ? ഭയം, ബലഹീനത, നടുക്കം, ഇത് എന്റെ മേൽ ഉണ്ടെന്ന. പക്ഷെ 2 കൊരിന്ത്യർ ലേഖനത്തിൽ വരുമ്പോ പൗലോസ് പറഞ്ഞ വാക്ക് എന്തുവാ? ഈ അത്യന്തം ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ. ദൂത് എന്നാന്നറിയണ്ടേ? ഭയവും ബലഹീനതയും കഷ്ടതയും ഇതെല്ലാം എന്റെ ശരീരത്തില്ല, പക്ഷെ എന്റെ ആത്മ മനുഷ്യനകത്ത് ദൈവശക്തിയാ. ഈ വാക്കുകൾക്കകത്തൊരു ദൈവശക്തി പകരട്ടെ. പ്രശ്നങ്ങളെല്ലാം നിന്റെ ശരീരത്തില്ല, വെല്ലുവിളികളെല്ലാം നിന്റെ ശരീരത്തില്ല, പക്ഷെ നിന്റെ ആത്മ മനുഷ്യൻ ഇന്ന് രാത്രിയിലും അവൻ ശക്തനാണ്. ഇനി അടുത്ത വാക്ക് പറഞ്ഞ് നമ്മൾ നിർത്താൻ പോവുക. ഈ നിർണയത്തിൽ നിന്നവനെ ദൈവം വെളിപ്പെടുത്തിയത് എവിടെയെന്നറിയണ്ടേ? നിർണയത്തിൽ നിന്നവൻ ശക്തി വെളിപ്പെടുത്തിയപ്പോൾ അവനെ നിന്ന അളവ് എവിടെയെന്നറിയണ്ടേ? നിന്ന അളവ് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യമാണ്. ആ വാക്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. നിർണയത്തിൽ നിന്നവനിലൂടെ ദൈവം തുറന്നത് ദൈവശക്തി. ആ ശക്തി ഒരുവനിൽ തുറന്നപ്പോൾ ദൈവം അവനെ നിർത്തിയ അളവ് 2 കൊരിന്ത്യർ ലേഖനം 3:3. ഞങ്ങളുടെ പത്രങ്ങൾ നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ എന്ന് വെച്ചാൽ പൗലോസ് പറഞ്ഞ വാക്ക്, എവിടെയെങ്കിലും പോയി ഞാൻ ശുശ്രൂഷിച്ചാൽ അവിടെ നിന്ന് രോഗശാന്തി വരെ പ്രാപ്തരല്ല പുറത്തു വരുന്നത്. അവിടെ നിന്ന് പുറത്തു വരുന്ന അധികാരമുള്ളവരല്ല പുറത്തു വരുന്നത്. അവിടെ നിന്ന് പുറത്തു വരുന്നത് ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. ആ വാക്ക് പറഞ്ഞ് ഒരുമിച്ച് ആരാധിക്കാൻ തയ്യാറാക്കാൻ. കൃപവൃത്തമാക്കാൻ തയ്യാറാകാത്ത ഒരുവനിൽ പരിശുദ്ധാത്മ കൃപയുടെ അളവ് തുറന്നു കണ്ടോ? അവനിലൂടെ വെളിപ്പെട്ടു വന്നത് പത്രങ്ങൾ. ഇന്ന് രാത്രി നിന്നിലൂടെ വെളിപ്പെട്ടു വരുന്നത് ഒരു രോഗശാന്തി വരപ്രാപ്തൻ പുറത്തു വരണമെന്നല്ല. നിന്നിലൂടെ വരത്തു വരുന്നത് പൗലോസ് പറയുന്നു, ഞാൻ എവിടെയെങ്കിലും ചെന്ന്, അത് കാരാഗ്രഹത്തിലായാലും അത് കാരാഗ്രഹത്തിലായാലും, അത് എഫെസോസിലായാലും, അത് കൊലോസിയയിലായാലും പുറത്തു വരുന്നത് മുഴുവനും ക്രിസ്തുവിന്റെ പത്രങ്ങൾ. കൃപവൃദ്ധമാക്കാതിരുന്നാൽ എല്ലാ കണ്ണും അടയട്ടെ. പത്രങ്ങൾ ജനിക്കപ്പെട്ട പത്രങ്ങൾ. എന്റെ സമയം കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. എല്ലാ കണ്ണും അടയട്ടെ. പക്ഷെ ജോസ് അഗസ്റ്റിനോട് പരിശുദ്ധാത്മാവിന്റെ ഒരു ദൂത്, എവിടെയൊക്കെയോ ഡ്രൈ ആയി പോയ മേഖലകൾ അടുത്ത ചുവടുകളിലേക്ക് വെക്കുവാൻ ഭയത്തോടെ നിൽക്കും. ആത്മാവിനെ കാണിക്കുന്ന ചില പുതിയ മേഖലകൾ തുറന്നു തരുന്നു. ഇതുവരെയും സ്റ്റെപ്പ് വെക്കാത്ത പുതിയ ചില മേഖലകൾ, അപ്പോൾ തന്നെ നിർത്തിപ്പോയ ചില മേഖലകൾ. ഒരു സമയത്ത് 2016, 17, 15 കാലയളവിൽ ദൈവാത്മാവിനെ കാണിക്കുന്നു. ആ സമയങ്ങളിൽ നിന്ന ഒരു മേഖലകൾ അതാണഞ്ഞ് അവശേഷിച്ചു പോയിരിക്കുന്ന അവസ്ഥ ദൈവാത്മാവിനെ കാണിക്കുന്നു. അവിടെ നിന്ന് ദൈവം ചില പണികളെ നൽകി പുറത്തു കൊണ്ടുവരുന്ന ഒരു വെളിപ്പാട്, പുതിയ ചിലതാരംഭിക്കുക. സുഡാമ സിക്കിമിനിയ പുതിയ ചില പ്രവർത്തനങ്ങൾ, ചില മലയാളം ഭാഷയോടൊപ്പം തന്നെ വേറിട്ട ചില ഭാഷകളുമായുള്ള ബന്ധങ്ങൾ, ചില പ്രവർത്തനങ്ങളും ചിലത് ചെയ്യുവാൻ ദൈവാത്മാവിന് നിയോഗമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഈ രാത്രി ഏൽപ്പിച്ചു കൊടുത്തോ. കർത്താവ് ഭയങ്കരമായ ചില തുടക്കങ്ങൾ ചെയ്യാൻ പോകുകയാണ്. എതിരിന്റെ ഒരു കൂട്ടം എഴുന്നേൽക്കും, എതിരിന്റെ നല്ലൊരു ശതമാനം എഴുന്നേൽക്കും. പക്ഷെ ഈ ദിവസങ്ങൾ കരയണ്ട, ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോടെ നിൽക്കുക.
കർത്താവ് ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോയി. അഷ്യ വൈഡരാജകസ്തമാനി അന്തരേജകൽ കടക ജാലകടകത എല്ലാവരും പ്രാർത്ഥിച്ചു. ഡോക്ടർ റീന ഫിലിപ്പ് 2 തട്ടകത്തിൽ നിന്ന് കാൽ ചുവട് വെച്ച് എന്നേ മരിച്ചു പോകേണ്ട മേഖലകൾ റമാസിയ ഡിപ്രഷന്റെ അകത്ത് നിന്നെ കയറ്റി, നിന്നെ ആവോളം നിന്നെ തകർത്ത്, ഒരു മാനസിക രോഗിയായ എന്നൊരളവിൽ നിന്റെ ജീവിതത്തെ കടുംപിഴുത്തത്തിനകത്ത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സാക്ഷാൽ ഒരു അവഗണനയുടെ പാത്രമായി നീ മുന്നിൽ പോകുമ്പോൾ എന്നോട് ദൈവാത്മാവ് ദിവസം നിന്നോട് ദൂത് പറയുന്നു, ഉറപ്പും ധൈര്യമുള്ളവരായി നീ മുന്നോട്ട് പോകുക. നിന്റെ വലങ്കരം ദൈവം പിടിച്ചിട്ടുണ്ട്. നീ ഒന്നിനും മറുപടി പറയാൻ പോകണ്ട. ചില കേസുകളും കുടുംബപരമായ ചില ബന്ധങ്ങളും അകൽച്ചകളും വേറിട്ട് നിൽക്കുന്ന ചില അനുഭവങ്ങൾ അപ്പോൾ നിന്നെ സ്വന്തമായി തുടങ്ങുന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് ആരംഭിക്കുന്ന ചില പ്രവർത്തിക ദൈവാത്മാവനെ കാണിക്കും. അത് സ്വന്തമായി തുടങ്ങുന്ന ഒരാളത് പരിശുദ്ധാത്മാവ് അങ്ങനെ വെളിപ്പാടിനെ കാണിക്കുന്നു. അങ്ങനെ ചില പ്രവർത്തികൾ നിന്നിലൂടെ ചെയ്യിക്കുകയും ദൈവരാജ്യ മഹത്വം ദൈവാത്മാവ് ചെയ്യുന്നൊരു വെളിപ്പാട് പരിശുദ്ധാത്മാവിനേക്കാൾ ദിവസങ്ങൾ ആഴമായി സമർപ്പിച്ചോ കർത്താവ് ചില പ്രവർത്തികൾ ചെയ്യാം. ഈ ബേബി പാസ്റ്ററോട് പരിശുദ്ധാത്മാവിന്റെ ആത്മാവ് കർത്താവിന്റെ വേലയുമായി ബന്ധങ്ങളിൽ നിൽക്കുക എന്ന് 1995 എന്നൊരു വർഷം പരിശുദ്ധാത്മാവനെ കാണിച്ചു. എന്റെ കണ്ണുകൾ അന്നു മുതലേ അതിന്റെ പിറകെ ഉണ്ടായിരുന്നു. 2000 ആണ്ടെത്തി 2006 ആയപ്പോൾ 2006, 2007 ചില പദ്ധതികൾ ഞാൻ നിനക്ക് വേണ്ടി ഇട്ടു. ആത്മാവീ ദിവസങ്ങളിൽ ആത്മാവ് ഇടപെടുന്നത് കർത്താവിന്റെ വേലയുമായി ബന്ധം ശുശ്രൂഷയും ഈ ദിവസങ്ങൾ വിചാരിക്കാത്ത ചില ഇടങ്ങളിൽ ഒരു സഭ എന്ന പ്രവർത്തനത്തോട് മാത്രമല്ല, ഒരു അപ്പോസ്തലിക ദൗത്യം ഞാൻ നിനക്ക് തരികയും സ്വന്തം മണ്ണിൽ ജനിച്ചു വീഴുന്ന ഇടത്ത് ചില പദ്ധതികൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. അവിടെ നീ അലഞ്ഞു പോയ ചില ഇടങ്ങൾ, നീ കരഞ്ഞു വലഞ്ഞ ചില ഇടങ്ങൾ, നിനക്ക് വേണ്ടി ചില പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവത്തിന് ആലോചനയുണ്ട്. ഒരു ഹോൾ എടുത്ത് ഒരു ഹോള് കേന്ദ്രീകരിക്കും ചില പ്രവർത്തികളും ചിലതും ചില ആരാധനകൾ ഞാൻ ക്രമീകരിപ്പിക്കും. നീ പ്രതീക്ഷിക്കാത്ത ചില മൂവ്മെന്റുകൾ ആരംഭിക്കും. നീ ചിലരുടെയൊക്കെ കൂടെ നിന്നത്, ചിലരുമായി ഒരുമിച്ചൊക്കെ കൈകോർത്തത്, പക്ഷെ ചില ബന്ധങ്ങൾ അതൊരു പൊട്ടുപോലെ പൊളിഞ്ഞുപോയി. ആത്മാ പറയുന്നു, ഞാൻ നിനക്ക് വീണ്ടും വിശാലത നൽകി, നിന്റെ വിശാലത വർദ്ധിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവിന്റെ ആലോചന സമർപ്പിച്ചു കൊടുത്തോ. യെസിയാ മരിയ എബ്രഹാമിനോട് ദൈവാത്മാവിന്റെ ആലോചന അറബേ കമാന അംശത്തു അടവച്ചാൽ അർബദൂരകച്ചാൽ നഷ്ടം കഷ്ടം നഷ്ടം. ഒരു ഭാഗം നോക്കുമ്പോൾ നിറഞ്ഞു നിൽക്കും നഷ്ടം, പക്ഷെ മറുഭാഗത്തൊരു ദൈവപ്രവർത്തി. അജകൽ കടാനകഞ്ചസ് പ്രഭീനി, ഒരു യാത്രയുമായി ബന്ധത്തിൽ ചില പേപ്പേഴ്സുകൾ നിനക്ക് വേണ്ടി അനുകൂലമായി വരികയും അതിന്റെ തീവ്രമായ ഒരു ദൈവപ്രവൃത്തി വരും ദിവസങ്ങളിൽ നിന്നിൽ ഉണ്ടാകുന്ന വിധത്തിൽ കർത്താവ് ചിലത് ആരംഭിക്കുന്നു എന്ന് ആത്മാവ് ദൂത് പറയും. 2-3 വട്ടം മുടങ്ങിപ്പോയ ചില ആത്മാവ് ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിന്റെ കുള്ളങ്കരത്ത് ദൈവം പിടിച്ച് നിന്നെ താങ്ങി നിർത്തുന്ന ഒരു വെളിപ്പാട്. ശ്യാമരാജൻ
കുടുംബതലങ്ങൾക്കകത്ത് നിൽക്കുന്ന ശത്രുവിനാൽ ഉണ്ടാകുന്ന ചില അകൽച്ചകൾ, ഒരു വമ്പൻ അകൽച്ചകൾ, പൈശാചിക മേഖലകൾ കൊണ്ടുവരുന്ന ചില പോരുകളെ ദൈവം പൊട്ടിക്കും. ഈ ദിവസം കൃപ വ്രതമാക്കരുത്. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ ഇരുന്നാട്ട് ഷോം എന്ന് പറയുന്ന ഒരു ഡിവൈസ് അച്ചായനോട് കർത്താവിന്റെ വേലയുമായി ബന്ധത്തിൽ അജകല ജഗത്തുനി രണ്ട് മേഖലകളിൽ കരം പിടിച്ച് നടത്തിക്കൊണ്ട് കർത്താവിന്റെ വേല ധീരതയോടെ ചെയ്യുന്ന ഒരു വെളിപ്പാട് കർത്താവിന്റെ ആത്മാവെന്നെ കാണിക്കും. 2015 ചില തുടക്കങ്ങൾ ഉണ്ടതായിരുന്നു കേട്ടോ. 2015 സ്തോത്രം. ചില ടീമിന്റെയും ചിലതിന്റെയൊക്കെ മുൻനിരയിൽ നീ നിന്നതാ. ചില പ്രവർത്തനങ്ങൾക്ക് നീ കൈപിടിച്ച് നിന്നത്. പക്ഷെ ചില വെല്ലുവിളികൾക്കകത്തേക്ക് ചിലതെല്ലാം ബന്ധങ്ങൾ നിന്നെ വിട്ടു പോയി. പക്ഷെ ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ട ബന്ധങ്ങളെ നീ റീകണക്ട് ചെയ്യാൻ നോക്കേണ്ട. നിനക്ക് വേണ്ടി ദൈവം ചിലത് ആവർത്തിക്കപ്പെടും. പുതിയ ചിലത് അത് ഔദ്യോഗികമായ ചില മേഖലകളിലും ചില പ്രവൃത്തി നടക്കും. ഞാൻ ഈ മിഡിൽ ഈസ്റ്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മിഡിൽ ഈസ്റ്റില് അവിടെയാണോ ഇപ്പോഴ് ബന്ധമുണ്ടോ? നേരത്തെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ നാട്ടില. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് പരാജയം പെട്ട് തകർന്നു പോയിട ഒരു ഭാരിച്ച എമൗണ്ടുമായി നിന്റെ തല കുനിഞ്ഞു വന്ന ഒരിടം. ഈ ജെ എന്നൊരു പറഞ്ഞൊരു അക്ഷരം എന്നെ കാണിക്കുന്നത് ജെ ലമാഷിയ നീയുമായി ബന്ധങ്ങളിൽ ഹൃദയം പൊട്ടുന്ന തരത്തിലുള്ള ചില ബന്ധം. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാട്. ഒത്തിരി നീ കരഞ്ഞു. ഉണ്ടായതെല്ലാം അത് വിറ്റു. ഉണ്ടായതെല്ലാം സുറയായി മാറി. പക്ഷെ ചിലതെല്ലാം നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കയറ്റം കേറി പോകുന്ന ഒരു പ്ലേസ് എന്നെ കാണിക്കുന്നു. ഒരു കയറ്റം കേറി ചില റബ്ബറുള്ള ചില സ്ഥലങ്ങളും ദൈവം എന്നെ കാണിക്കും. ചില റബ്ബർ പ്ലേസുകൾ, അതുമായി ബന്ധപ്പെടുന്ന ചില ദൈവപ്രവർത്തികൾ നിനക്ക് തരികയും അതുമായി ബന്ധ ചില ബിസിനസ്സുകൾ റീ ഓപ്പൺ ചെയ്യുന്നത് കർത്താവ് പുതിയ പ്രോജക്റ്റുകൾ തരുന്ന വെളിപ്പാട് ആത്മാവിനെ കാണിക്കുന്നു. സമർപ്പിച്ചു കൊടുത്തോ. കർത്താവിന്റെ ആത്മാവ് ഇടപെടട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തികളായി ആഴമായ ദൈവാത്മാവ് സംസാരിക്കും. റാമ അംശ ധൂരി അലഘടകജാല സിസ്റ്റർ ഷൈനിയോട് ആത്മാവിന്റെ ദൂത് അനേകല പ്രവാചക പ്രബാലിയ മുറിവുകൾ ഒരു 4 മാസമായി ചില മുറിവുകൾക്കകത്ത് നീ ഇരിപ്പുണ്ട്. മുറിവുകൾ കൂടെ അണയ്ക്കുമെന്ന് പറഞ്ഞവർ തന്നെ നിനക്ക് വിരോധം. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ തന്നെ വിരോധമാണ്. ഈ ദിവസങ്ങൾ അങ്ങനെയുള്ള ചില മുറിവുകളിലേക്ക് നീ പോകുന്നു. ഒക്ടോബർ മാസമാകുമ്പോൾ ചില പദ്ധതികൾ ഞാൻ തുറക്കും. അതൊരു ഭയങ്കര ദൈവാലോചനയാണ്. ഷമാന ആദ്യം ഒന്ന് ആരംഭിച്ച് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയുള്ള ചിലതിലേക്ക് വീണ്ടും ദൈവത്തിന്റെ പ്രവർത്തി, വീണ്ടും ചില ലേബലിന്റെ അകത്താ നിന്നെ നിർത്തുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവെന്നെ കാണിക്കുന്നു. പ്രാർത്ഥിച്ചോ. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യട്ടെ. വീണ്ടും പ്രാർത്ഥിച്ച് ജനാസ്ത്രമാൻ ഹബ്ചദൂനി അന്തര ജഗൽ കടക ജാൻ ഹഷിയ ജോയ്സി ജോർജ് ഡിവൈസിരിക്കുന്ന അന്യോട് ദൈവാത്മാവിന്റെ ഇടപാട് അറകൽ കടകല ജാലകക്ഷരേതകൽ ജനാദി അൽമനേതകച്ചലം പ്രൗഢമാന ഘടകധന്യം. രണ്ടും ഒരുമിച്ച് വളരുന്നു. ഒരു ഭാഗം മുഴുവനും പ്രതിസന്ധിയുടെ കയ്പും മറുഭാഗം മുഴുവനും ദൈവശക്തിയുടെ. എവിടേക്കോ പ്രയോജനപ്പെടണമെന്നോ പക്ഷെ ഡ്രൈ നടക്കുന്നില്ല. ഷീബ എന്ന് പറയുന്ന ഒരു പേര് നിങ്ങളുമായി ബന്ധത്തിൽ കാണിക്കും. ഒരു ഷീബ,
ആ പേരുമായി ബന്ധത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. എം എന്നൊരു അക്ഷരം തുടങ്ങുന്ന ഒരു അഡ്രസ്, നിങ്ങളുടെ ഒരു അഡ്രസ് എം, അതൊരു വീടുമായി ബന്ധത്തിൽ പേരാ എം. കേട്ടോ, ദൈവാത്മാവ് അങ്ങനെ കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ വിറ്റ് പോകത്തക്ക അളവിലുള്ള ചില പോരികളെ ദൈവം ശാസിക്കും. വിറ്റ് പോകത്തക്ക ഓടാബ ഉള്ളത് അല്പമേ ഉള്ളെങ്കിലും അത് വിറ്റ് മാറത്തക്ക അളവ് പരദേശിയായി നിന്നെ ഓടിച്ചു ഷാജിയുടെ അവന്റെ എല്ലാ തന്ത്രങ്ങളെയും ഇന്ന് രാത്രി ദൈവം പൊട്ടിച്ച് മിഡിൽ ഈസ്റ്റിൽ ഒരാളെ കൊണ്ട് ഞാൻ നിർത്തും. പിന്നാലെ അത് യൂറോപ്പിലേക്ക് വഴിമാറും. ജനാതകട്ടി കടകച്ചാസി അതോലകം ജലാതി അജകൽ കടനാദ്. അച്ചാൽ 2 മാസങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റ് നിന്റെ കുടുംബത്തിനകത്ത് ഒരാളിൽ തൊടാൻ ശത്രു വച്ച ദൃഷ്ടി, അത് മുൻപിൽ വന്നത് തിരിഞ്ഞു മാറിപ്പോയി. കേട്ടോ, അങ്ങനെ ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. ദൈവമാ വിടിവിച്ചത്. കേട്ടോ, പരിശുദ്ധാത്മാവിന്റെ ദൂത് ഏൽപ്പിച്ചു കൊടുത്തോ. എല്ലാ കണ്ണും അടയട്ടെ. കേട്ട വചനത്തിനൊത്തവണ്ണം ബേബി പി എബ്രഹാം എന്ന ഡിവൈസ് ഇരിക്കുന്ന പിതാവിനോട് ആത്മാവിന്റെ ഇടപാട് കല വർഷങ്ങളായി, ഏറിയ 20 വർഷങ്ങളുടെ പുറകിൽ കിടന്നും കരഞ്ഞും ഓടിയതും നടന്നതും അതിന്റെ കൊയ്ത്തിന്റെ സമയത്തിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കുക. പഠിപ്പിക്കുന്ന അളവിൽ എന്തോ സ്കൂളോ അതുപോലെ പഠിപ്പിക്കുന്ന ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു മേഖല ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. കേട്ടോ, ട്രെയിനിങ് ചെയ്യുന്ന ഒരളവിൽ അങ്ങനെ നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങളുമായി ബന്ധത്തിൽ അങ്ങനെ ഒരു ഇടം ദൈവം തരികയും ജീസസ് അത് സൊസൈറ്റിയുമായി ബന്ധത്തിലുള്ള കൃത, സൊസൈറ്റിയുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥലം ദൈവാത്മാവ് എന്നെ കാണിക്കും. അത് എൻ വെച്ച് തുടങ്ങുന്ന ഒരു ഏരിയ. എൻ അറിയാമോ? എൻ, ആ എൻ വെച്ച് തുടങ്ങുന്ന ഒരു സ്ഥലം. അമ്പജാലകട്ട്. ഞാൻ ഈ ദൂത് വീട്ടിൽ ഒരാളെ മരണക്കിടക്കിയ ദൈവം മാറ്റി. ഉദര സംബന്ധിച്ചകത്ത് നിൽക്കുന്ന രോഗബന്ധം ദൈവാത്മാവ് അത് ശാസിച്ചു കള. പരിശുദ്ധാത്മ ഒരു ദൈവപ്രവൃത്തി അയക്കാൻ ദൈവത്തിന് ആലോചന. കൊച്ചുമോൾ എന്ന് പറയുന്നവര് ഉടാമാൻ പ്രാർത്ഥിച്ചോ. പേരുമായി ബന്ധത്തിൽ കർത്താവ് ഒരു പ്രവൃത്തി അയച്ച് കുടുംബത്തെ മാനിക്കുമെന്ന് ആത്മാവ് ദൂതു പറയുന്നു. ഏൽപ്പിച്ചു കൊടുത്തേ. ഷിജി VRD ഡാനിമോൾ എന്ന ഡിവൈസിൽ ഇരിക്കുന്ന ആ ദാസനോടുള്ള ദൈവത്തിന്റെ ആലോചന. ഈ കൊന്നു കയറി പോകുന്ന ഒരു സ്ഥലം, കൊന്നു കയറിപ്പോകും. നിങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കേരളത്തിലാണോ അത് പുറത്താണോ? കേരളത്തിലാണോ പുറത്താണോ? കേരളത്തിലാണോ പുറത്താണോ? കേരളത്തിൽ ഒരു കൊന്നു കയറി പോകുന്ന ഒരു സ്ഥലം. ചെറിയൊരു കയറ്റമാണ്. അങ്ങനത്തെ ഒരു ഏരിയ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. അത് ഹൈ റേഞ്ചുമായി കണക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക ചില ഏരിയകൾ ദൈവാത്മാവ് കൃത്യമായ ആലോചന അറിയിക്കുന്നു. 4 വർഷമായി ആ മേഖലയുമായി ഒരു സ്ട്രഗിൾ ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. 4 വർഷം. പക്ഷെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് സ്ട്രഗിളിനെ പൊളിച്ചു കളഞ്ഞു. വീട്ടിൽ വളരുന്ന ചിലതിന്റെ നന്മയെ മുടക്കിക്കളയാൻ പിശാചിടുന്ന ചില പോരികളെ ദൈവാത്മാവ് ശാസിച്ചു കളയാൻ. ഈ ദിവസം മ്യൂസിക് ടീമുമായി എന്തെങ്കിലും ബന്ധമുള്ള വീട്ടിലുണ്ടോ? മ്യൂസിക് ടീമുമായി അങ്ങനെയുള്ള ചില
ഈ ബന്ധമുള്ള വീട്ടിലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഒരു കുറച്ച് കൂട്ടരെയൊക്കെ ചേർത്ത് നിർത്തി ദൈവാത്മാവ് ഒരു പണി വീട്ടിനകത്ത് നടത്താൻ പോകും. അതിനുവേണ്ടി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിത് ദൂത് പറയുമ്പോൾ ഒരു വലിയ ബാധ്യതയുടെ ഒരു വലിയ പ്രതിസന്ധിയെ പൊളിക്കാൻ പോകും. ഒരു ബാധ്യതയ്ക്കകത്ത് ഈ ദിവസങ്ങൾ കൊണ്ടുണ്ട്. വിൽപ്പന നടത്തിയാലേ അടുത്ത മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നതുപോലെ വലിയ സ്ട്രഗിൾസ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ദൈവാത്മാവ് ഇപ്പോൾ അതൊരു വിടുതൽ നൽകി. നിങ്ങളുടെ വീടിന്റെ പുറകു ഭാഗവുമായി ബന്ധം അങ്ങനെ ചില ഏരിയകളും സ്ഥലങ്ങളും കാണിക്കുന്നു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ആ തടസ്സങ്ങളെ എല്ലാം ദൈവം പൊളിച്ചു കളഞ്ഞിട്ട് ചിലതിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില വെല്ലുവിളികൾ ദൈവം പൊട്ടിച്ചു കളഞ്ഞ് ദൈവം നിങ്ങളെ നിർത്തുന്ന ഒരു വെളിപ്പാട് ആത്മാവെന്നെ കാണിക്കുന്നു. പ്രാർത്ഥിച്ചു കൊള്ളുക. എല്ലാ കണ്ണും അടയട്ടെ. വീണ്ടും പ്രാർത്ഥിക്കാം. കേട്ട വചന വെളിപ്പാടിനകത്ത് ഒന്ന് ശക്തി പ്രാപിച്ച് കൃപ വ്രതമാക്കരുത്. നിർണയത്തിൽ നിൽക്കുന്നവനെ ദൈവം കൊണ്ടെത്തിച്ചത് ശക്തിയിലേക്ക്. ആ ശക്തിയുടെ അളവ് അവനെ കൊണ്ടെത്തിച്ചത് അവന്റെ ശുശ്രൂഷയിൽ പത്രങ്ങൾ ജനിക്കാൻ തുടങ്ങി. ക്രിസ്തുവിന്റെ പത്രങ്ങൾ പത്രങ്ങൾ വായിച്ചറിയാൻ. ക്രിസ്തു പറഞ്ഞത് ക്രിസ്തുവിന് ഉള്ളത് വായിച്ചറിയുന്ന ഒരു തലമുറയെ നീ കൈവച്ചാൽ ജനിക്കപ്പെടുന്നു, പത്രങ്ങൾ ജനിക്കപ്പെടും. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ചോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. അൽപാസ്റുണ്ടോ? റാബോനി അൽ കമാസിയ ശുശ്രൂഷ ഏറ്റെടുത്താട്ട്. ജഗല ഘടക ശുശ്രൂഷ ഏറ്റെടുത്താട്ട്. അൽ ഖബർ തുറന്ന് ശുശ്രൂഷ ഏറ്റെടുത്താട്ട്. റാൽ ഖമാസിയ എല്ലാം ഒരുമിച്ച് 1-2 മിനിറ്റ് ഒന്ന് കൈ അടിച്ചൊന്ന് പ്രാർത്ഥിച്ചു ആ ദൂതിനൊന്ന് സ്വീകരിച്ചാട്ട്. അനുഭവി പാസ് അമൻ ശുശ്രൂഷകൾ തുടർന്ന് ഏറ്റെടുത്താട്ട്. ലാ പ്രോബോക്കോ സിക്കിമിനിയ. കമോൺ, ഒരുമിച്ച് ശുശ്രൂഷ ഏറ്റെടുത്താട്ട്. റാസിയ മഞ്ചലേദിയ മാജഗോദിയ ഒരു വലിയ പകർച്ച റിലീസ് ചെയ്യട്ടെ. ഈ കൂട്ടത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. യെസ് പാസ്റ്റർ, carry on. ജനാസ് പ്രമാണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നമ്മുടെ മധ്യയിൽ ഐശ്വര്യമായി കർത്താവിന്റെ വചനത്തിൽ നിന്ന് സംസാരിച്ച കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് ആവശ്യമാകുന്ന ദൈവത്തിന്റെ ആഴമേറിയ ദൈവശബ്ദം നമുക്ക് വേണ്ടി നൽകി തന്നു. നാം ക്രിസ്തുവിന്റെ പത്രങ്ങളാണല്ലോ. വിശേഷാൽ കർത്താവിന്റെ ദാസൻ അറിയിച്ച എല്ലാ നല്ല വചനത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഐശ്വര്യമായി